ഞാനൊരു ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആർട്ടിസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതി എന്നുള്ള സ്പേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ അതെ ബുദ്ധിമുട്ട് തന്നെയാണ് മനീഷ്. ഇറ്റ് ഹസ് റിയലി എഫക്റ്റഡ് മൈ ലൈഫ്. ഇറ്റ് ഹസ് ഞങ്ങളുടെ എല്ലാവരുടെ ലൈഫിനെയും മാറ്റിമറിച്ചു എന്ന് തന്നെ പറയും. ഐ ഡോണ്ട് റിഗ്രറ്റ് എനിത്തിങ് ദാറ്റ് വി ഡിഡ്. നമ്മൾ വിചാരിക്കാത്ത സ്പേസസിലേക്ക് പോകും. നമ്മൾ പറഞ്ഞൊരു കാര്യം ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വാഴ വെട്ടുന്നത്. അപ്പൊ ഇത് സെറ്റ് ചെയ്ത് ഒരു വാഴയേ ഉള്ളൂ, വെട്ടി ഓരോ വെട്ടറി വിടണം. ബട്ട് ഗിവ് us the same kind of money. 30 കോടിക്ക് ലോക ചെയ്യുമ്പോൾ നല്ല രസമുണ്ടല്ലോ, അത്രേ ഉള്ളൂ. നമ്മളെ പോലത്തെ ട്രോളന്മാര്, ട്രോൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ട്രോളാണല്ലോ, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് we have to keep up. Who knows, even Loka might be one of the changes. എന്ന് നമ്മളെന്തോ അവരുടെ സക്സസിനെ നമ്മൾ ഒട്ടും ഒന്നും അതിന്റെ ഭാഗമാണെന്ന് ഒന്നുമല്ല ഞാൻ പറയണത്. ഞാൻ പറയാണ് ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുമ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിന്റെ ഒരു എന്താ പറയാ ഒരു റീൽ കാണുമായിരുന്നു ഞാനിങ്ങനെ. ഓൾ ഹിസ് റോൾസ്, he's done everything possible to mankind. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടണം, എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവണമെങ്കിൽ, അതായത് എല്ലാത്തിലും ഇവളുടെ വെർജിനിറ്റി മാത്രമാണ് ഇഷ്യൂ. എനിക്ക് വേറെ ഒന്നും ചെയ്ത് ജീവിക്കാൻ പറ്റില്ല ഇപ്പോഴും. ഇവരൊക്കെ എന്നെ പുറത്താക്കിയിട്ട് എന്താ കാര്യം, എനിക്ക് വേറെ പണി അറിയില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഇവന്റിന് പോയപ്പോ റിമ മതം മാറുമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ ഞാൻ ഈ ഉള്ള മതം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണെങ്കിൽ സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ കുറച്ച് റെസ്പെക്ട് കൂടെ വേണം, ബാക്കിയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. റിമ കല്ലിങ്കലാണ് ക്യൂ സ്റ്റുഡിയോയില്. റിമ കുറെ കാലത്ത് തിയേറ്ററാണ് റിലീസിൽ തിയേറ്റർ എത്താൻ പോകുന്നത്. ഉറപ്പായി അതൊരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ അപ്രീസിയേഷന്റെ തുടർച്ചയിലാണ് വരുന്നത്. റിമ കുറെ കാലത്തിന് ശേഷം അങ്ങനെ ഒരു സോളോ ലീഡ് പെർഫോമൻസ് ഉള്ളൊരു പടമായിട്ട് വരികയാണ്. എന്നോട് അതിൽ കണക്ട് ചെയ്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഫിലിം ക്രിറ്റിക്സ് അവാർഡിന്റെ സമയത്ത് നേരെ മീഡിയയുടെ ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് റിമ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാനൊരു ആക്ടറാണെന്നുള്ള കാര്യം മറന്നുപോയി എന്നുള്ള രീതിയിൽ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഉറപ്പായും ഈ സിനിമയിലെ പെർഫോമൻസിനാണ് അവിടെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത്. ശരി, അങ്ങനെ പറയേണ്ട സാഹചര്യം എന്തായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പറയുന്ന പോലെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ളൊരു സിനിമയായിരുന്നു. ആൻഡ് എന്താ പറയാ, ഐ ഡു ഫീൽ എന്താ പറയാ ഒറ്റപ്പെടുത്തി എന്നൊക്കെ എനിക്ക് ആ ഫീലിംഗ് ഉണ്ട് ഉള്ളിൽ ഓൾറെഡി. മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെയുള്ള അതൊക്കെ മറന്ന് ഒരു ഫിലിം ചെയ്തതിന്റെ സന്തോഷം, അതും ഒരു വർഷത്തിൽ ഒരു സിനിമയാണ് നമ്മൾ ചെയ്യുന്നത്. ആ സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ വിഷമമുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടാണ്. ആ ഒരൊറ്റ ഫിലിമിലത്തെ വർക്ക് ആണെങ്കിൽ പോലും അതിനൊരു അവാർഡ് എന്ന് പറയുന്നത്, അതും കേരളത്തിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡാണ്. അതിലെനിക്ക് സത്യം പറഞ്ഞ അവാർഡ് കിട്ടിയ സമയത്ത് അവാർഡ് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ ദിവസമായി. ഈവൻ മൈ പാരന്റ്സ്, എൻ്റെ അച്ഛനമ്മ ഇതെന്താ അപ്പൊ ആ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ കിട്ടി, ഓക്കെ, നമ്മൾ ആ ഇവന്റിന് പോയി. നല്ല ഇവന്റ് ആയിരുന്നു, ഭയങ്കര രസമുള്ളൊരു ഇവന്റ് ആയിരുന്നു. പ്രമോദ് വലിയ നാടിനും അതേ സിനിമയിൽ അഭിനയിച്ചതിന് അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ടൊവി ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് ഞാൻ അവിടുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ അവാർഡ് കൈ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് പുറത്തിറങ്ങുന്നു. അപ്പൊ എല്ലാവരും മീഡിയ അവരെല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി അവർ സംസാരിക്കാൻ പോകുന്നത് സിനിമയെ കുറിച്ചായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കയ്യിൽ എൻ്റെ അവാർഡ് ഉണ്ട്. അപ്പോ ആദ്യം തന്നെ വേറൊരു ക്വസ്റ്റ്യൻ അമ്മ അതിനോട് അനുബന്ധിച്ച്, ആൻഡ് ഐ വാസ് ലൈക്ക് യെസ്, ദേ ആർ ഡൂയിങ് ദെയർ ജോബ് ഓഫ് കോഴ്സ്. അപ്പൊ ഞാൻ അതിന് ഒരു ഉത്തരം പറഞ്ഞു. വീണ്ടും അതിനെ കണക്ട് ചെയ്ത് വേറെ ചോദ്യം ചോദിച്ചു, അതിനും ഞാൻ ഉത്തരം പറഞ്ഞു. പിന്നെയും അവര് അത് മാത്രമാണ് സംസാരിക്കുന്നത്. അത് എനിക്ക് മനസ്സിലാവാം, അത് മീഡിയയുടെ അവരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. ബിക്കോസ് ദ കൈൻഡ് ഓഫ് സപ്പോർട്ട് വി ഹാവ് ഗോട്ട് ഫ്രം ദ മീഡിയ വെൻ വി നീഡഡ് ഇറ്റ്, അത് ചെറുതേ അല്ല മനീഷ് ശരിക്കും. പക്ഷേ അതിലേക്ക് ഒതുക്കപ്പെടുന്നു എന്നുള്ളത് എനിക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നു. ഞങ്ങളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ്. ഐ എം ആൻ ആർട്ടിസ്റ്റ് ഫസ്റ്റ്. ആൻഡ് അവിടെ ഇഷ്യൂസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നു. അത് ഒട്ടും ഞാൻ സെക്കൻഡറി ആയിട്ട് കാണുകയല്ല. പക്ഷെ ഇതിനോട് കൂടി അത് ചേർത്ത് വായിച്ചില്ലെങ്കിൽ the whole point is irrelevant. പിന്നെ and
ആ ആർട്ടിസ്റ്റ് എന്നുള്ള സ്വത്വത്തിൽ നിന്നാണ് ബാക്കി എല്ലാം വരുന്നത്. വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ അൺഫെയർ ആണ് അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് ഉണ്ട് എന്നൊക്കെ തോന്നുന്ന പോയിന്റ് അവിടെ നിന്നാണ്. അപ്പൊ അത് മായ്ച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള പേഴ്സൺ തന്നെ ഇൻകംപ്ലീറ്റ് ആണ്. സോ ഇഫ് പീപ്പിൾ ആർ നോട്ട് സീയിങ് ഇറ്റ്, അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടു റിമൈൻഡ് പീപ്പിൾ ദാറ്റ് ഈസ് മൈ പ്രൈമറി ഐഡന്റിറ്റി. ഞാനൊരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആർട്ടിസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതി എന്നുള്ള സ്പേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ അതെ. അവരെ കുറ്റപ്പെടുത്തല്ല, അതും കൂടെ പറയണല്ലോ. ബിക്കോസ് അവര് ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. ഞാൻ ജേർണലിസം പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. മീഡിയ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സ്പേസിൽ എത്രത്തോളം ആ സമയത്തിനുള്ളിൽ റിയാക്ഷൻ ഇത് ഐ അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് ദാറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് മീ. ഐ വോണ്ട് ദ വേൾഡ് ടു അണ്ടർസ്റ്റാൻഡ് വെയർ ഐ ആം ടുഡേ. റിമ വരുന്നതിലൊരു ഗെയിം റിയാലിറ്റി ഷോയുടെ സ്പേസ് എന്ന് വരുന്ന ഒരു കണ്ടംപററി ഡാൻസ് എന്ന്, പിന്നെ ഋതു പോലൊരു സിനിമയിൽ ഒരു ഗംഭീര ലോഞ്ച് കിട്ടുന്നു. പിന്നെ അങ്ങനെയാണ് ഒരു ഫിലിമോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഈ ഒരു WCC പോലത്തെ ഒരു ജെൻഡർ മൂവ്മെന്റിന്റെ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ പേ ഡിസ്പാരിറ്റിയെ കുറിച്ച്, ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെ തുടർച്ചയായി സംസാരിക്കുന്നത് കൊണ്ടുകൂടിയാണ് പലപ്പോഴും റിമയുടെ അടക്കമുള്ളവരുടെ മുന്നിലെത്തുമ്പം ഈ മൈക്കിലെ ആദ്യ ചോദ്യങ്ങൾ ഇങ്ങനെയായി പോകുന്നത്. ഞങ്ങൾ പാർവതിയുടെ ഒരു ഘട്ടത്തിൽ ഇന്റർവ്യൂ സമയത്ത് പാർവതി തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നാണ് എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ കൂടുതലായിട്ട് ഞാൻ അഭിനയിച്ച സിനിമയെക്കുറിച്ചും എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമയെക്കുറിച്ചും എൻ്റെ ഫിലിമോഗ്രഫിയെക്കുറിച്ചും കൂടുതൽ സംസാരിക്കുന്നത്? ഉറപ്പായും അപ്പോൾ റിമയോ പാർവതിയോ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു 70 to 80% എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച്, ഇവിടുത്തെ ഈ സ്പേസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. ഉറപ്പായും നമ്മുടെ മുന്നിലെത്തുന്ന മെയിൽ ഓർ ഫീമെയിൽ ലീഡ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസിലെ ആക്ടേഴ്സ് ഒരു ഡിസ്ക്ലെയിമർ പോലെ കോൺട്രവേഴ്സീസ് ഒഴിവാക്കി തരണം, ഇന്ന ചോദ്യങ്ങൾ പാടില്ല എന്ന് പറയുന്ന കുറച്ചുകൂടി ഒരു അവിടെ ഒരു ഡിപ്ലോമസി ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാതെ പറ്റില്ല എന്ന് പറയുന്നതുകൊണ്ട് കൂടിയാണ് കുറച്ച് ആളുകളിലേക്ക് മാത്രം ഈ ചോദ്യം ഒതുങ്ങുന്നത്. സോ ഈ ഒരു ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് ഈ ഫിലിമോഗ്രഫിയിലെ ജേർണിയിൽ ഒരു സമയത്തെല്ലാം ഈ കോൺട്രവേഴ്സികൾ ആൻസർ ചെയ്യുക, ഇഷ്യൂസ്, ഈ സോഷ്യൽ ഇഷ്യൂസിനകത്ത് തന്നെ കൂടുതൽ സംസാരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടായി കൂടി മാറിയിട്ടില്ലേ? ഞാൻ ഇപ്പുറത്തെ സൈഡ് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതെ പോകുന്നൊരു രീതിയില്ലേ? അതെ, ബുദ്ധിമുട്ട് തന്നെയാണ് മനീഷ്. ഇറ്റ് ഹസ് റിയലി അഫക്റ്റഡ് മൈ ലൈഫ്. ഞങ്ങളുടെ എല്ലാവരുടെ ലൈഫിനെയും മാറ്റിമറിച്ചു എന്ന് തന്നെ പറയും. ലൈക്ക് ഇറ്റ് ഇസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ, അങ്ങനെ മാറിയിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷെ അത് ബുദ്ധിമുട്ടിനേക്കാളും ഇപ്പൊ എനിക്കത് ഐ നോ റിഗ്രറ്റ്സ് എന്ന് വേണം എനിക്ക് പറയാൻ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഐ ഡോണ്ട് റിഗ്രറ്റ് എനിത്തിങ് ദാറ്റ് വി ഡിഡ്. ആൻഡ് ഐ ഫീൽ ഇറ്റ് ഇസ് ഭയങ്കര പ്രിവിലേജ് ആണ് ഞങ്ങൾക്ക് അത് പറയാൻ പറ്റി ഇവിടെ എന്നുള്ളത്. അത് ഇത്ര കാലം പറയാതിരുന്നത് ആ പ്രിവിലേജ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് അല്ലാതെ ഇവിടെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. ഇതൊക്കെ ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അതിഭീകരമായ പ്രിവിലേജ് ആണ് ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് ഒത്തുചേരാൻ പറ്റി. ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയാൽ പോലും ഞങ്ങൾക്കത് പറയാൻ പറ്റി. ഇന്നെങ്കിലും സിനിമ തുടങ്ങി 100 വർഷം കഴിഞ്ഞ് നിൽക്കുന്ന ഈ പോയിന്റിലെങ്കിലും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ പ്രിവിലേജ് ആയിട്ടാണ് കാണുന്നത്. അല്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്, എവറിത്തിങ്. അതൊക്കെ കാണുമ്പോഴും I won't change a thing. I would have done this. We would all have done this. Because അതിന് വേറൊരു ആ സ്പേസിലായിരുന്നു ഞങ്ങൾ ആ പോയിന്റിൽ. There was no other outlet ആ പോയിന്റിൽ. ഈ തിയേറ്റർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വരുന്ന സമയത്ത് എനിക്കൊന്ന് തിയേറ്ററിന്റെ ജേർണിക്ക് സമാനമായിട്ട് ഇപ്പുറത്ത് നെയ്ത്തെ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ വെന്യൂല് മോസ്കോയിൽ അടക്കം പോകുന്ന ഒരു 40+ വെന്യൂലേക്ക് പോയിട്ടുള്ള ഒരു വലിയൊരു ഡാൻസ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. എനിക്കൊന്ന് റിമയുടെ ഒപ്പം തന്നെയുള്ള തുടക്കത്തിലേയുള്ള ജേർണിയാണ് ഒരു കണ്ടംപററി ഡാൻസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത്. അവിടെ അതിന്റെ ഒരു ഡയറക്ടോറിയൽ പാർട്ടില് പ്രൊഡക്ഷൻ ഡിസൈൻ പറഞ്ഞ് റിമയുടെ തന്നെ ഒരു ബ്രെയിൻ ചൈൽഡ് പോലെ ഉണ്ടാക്കിയൊരു സംഗതിയാണ്. ഇത് രണ്ടും ഞാൻ രണ്ട് തരത്തിലുള്ള അച്ചീവ്മെന്റ് ആണല്ലോ. റിമ അത് കൂടെ എല്ലാ സമയത്തും കൂടെ കൊണ്ടു നടന്നൊരു ഡ്രീം ആണല്ലോ. എങ്ങനെയാണ് ഈ ഒരു രണ്ടും ഒന്നിച്ച് ഒരേ സമയത്ത് വന്നതിനെ കാണുന്നത്? ഓൾമോസ്റ്റ് എന്റെ ലൈഫ് സേവ് ചെയ്ത ഒരു വർക്കാണ് നെയ്ത്തെന്ന് വേണമെങ്കിൽ പറയാൻ മനീഷ്. ബിക്കോസ് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന പോലെ സ്റ്റക്കായി നിൽക്കുകയാണ്. ബിക്കോസ് ഒരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് വേണമല്ലോ, നമുക്കൊരു മീഡിയം വേണം.
അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ച പോലെ ഒരുപാട് പേര് വിചാരിക്കണം. ഐ മീൻ വേറെ ഒരുപാട് പവേഴ്സ് ഹാവ്സ് ടു അലൈൻ. അപ്പൊ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് കോവിഡ് കഴിഞ്ഞ്, ഞങ്ങൾ കോവിഡിന്റെ സമയത്ത് ഐ ഹാഡ് എ ഹ്യൂജ് സ്റ്റുഡിയോ കലൂർ, അത് കോവിഡിന്റെ സമയത്ത് അടയ്ക്കേണ്ടി വന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണോ വേണ്ടോ എന്താണെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ട് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ആ സമയത്ത് എൻ്റെ ടീം, ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് 10 to 12 years ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഡാൻസേഴ്സ് ആണ്. കോവിഡ് സമയത്ത് ഞങ്ങൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പെർഫോമൻസസ് ഇല്ല, ഒന്നുമില്ല, എല്ലാം ഓൺലൈൻ ആവുന്നു. എല്ലാവർക്കും ജോലി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ചോദ്യത്തിന്. ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടായ ഒരു ഇൻഡസ്ട്രി ആണല്ലോ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച്, അപ്പൊ ഞങ്ങൾ ഓൺലൈൻ ഇങ്ങനെ മീറ്റ് ചെയ്ത് ലെറ്റ് us do an NFT പ്രോജക്റ്റ്. അപ്പൊ അന്ന് NFTs ഇങ്ങനെ കത്തി നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലഡ്സിന്റെ സമയത്ത് സേവ് ദ ലൂം എന്നൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്തിട്ടുള്ള ചേന്നമംഗലം വീവേഴ്സ് ആയിട്ട് ഭയങ്കര അടുത്ത് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ നിന്ന് അന്ന് ഞാൻ ഈ നെയ്ത്ത് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് നമ്മൾ ഹാൻഡ്ലൂം, ഒരു നൂലിൽ നിന്ന് ഒരു തുണിയാവുന്ന ആ ജേണിക്കുള്ളിൽ 10-20 പേരുടെ അധ്വാനം, ഈ 10-20 പേര് 10-20 ദിവസത്തെ അധ്വാനമാണ് ഒരു തുണി ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഇവർ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു താളമുണ്ട്. ഇവര് എല്ലാരും കൂടെ നെയ്യണ കണ്ടാൽ ഒരു കോറിയോഗ്രഫി കാണുന്ന പോലെ ആ താളത്തിന്റെ ഇടയിൽ ഇരുന്നിട്ട് ഇവരിങ്ങനെ ശരിക്കും ഡാൻസ് ചെയ്യുന്ന പോലെ തോന്നും എല്ലാവരും ഇരുന്നിട്ട്. നമുക്കിത് ഭയങ്കര രസമുള്ള വിഷ്വൽ ആയിരുന്നു. അതായത് ആ കോവിഡിലെ ആ വിസിറ്റിലാണ് ഈ ഐഡിയ. ഫ്ലഡിന്റെ സമയത്താണ് അവര് ഫ്ലഡിന്റെ സമയത്ത് ഐഡിയ പോയി. അവരെല്ലാ സമയത്തും പോയി. അവിടെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പല രീതിയിൽ, ഇപ്പൊ ഇവിടെ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനൊപ്പം തന്നെ അങ്ങോട്ട് സാധനങ്ങൾ അങ്ങനെയാണ് ഫുൾ ലൂംസും അവരുടെ എല്ലാ സ്റ്റോക്കും ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷെ അവരെല്ലാം തിരിച്ചു പിടിച്ചോട്ടോ ഇപ്പൊ എവറിത്തിങ് ഫുള്ളി ഫങ്ഷണൽ ആണ് ഇപ്പൊ. അപ്പോ അങ്ങനെയാണ് നമ്മൾ ഈ നെയ്ത്തുകാരായിട്ടും അവരുടെ ഈ ക്രാഫ്റ്റുമായിട്ടും ഇത്ര അടുക്കുന്നത്. പക്ഷെ കോവിഡ് സമയമായപ്പോഴാണ് നമുക്ക് ഇതിനെ ബേസ് ചെയ്തൊരു പ്രൊഡക്ഷൻ ചെയ്യാം എന്നുള്ളൊരു സംഭവം വന്ന് ഞങ്ങൾ ഓൺലൈൻ ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ ഒരുപാട് കാലത്തെ വർക്കാണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ NFT പ്രോജക്റ്റ് ഷൂട്ട് ചെയ്തു, ലൈക്ക് 15 second വീഡിയോസ്. ഇതിൽ 8 സ്റ്റെപ്പ് ഉണ്ട്. നൂലിൽ നിന്ന് തുണിയാവുന്നതിന്റെ ഇടയ്ക്ക് ഈ 8 സ്റ്റെപ്സിന്റെയും വിത്ത് സൗണ്ട് അവിടെ പോയി അവരുടെ ജോലി ചെയ്യുന്നതിന്റെ താളം റെക്കോർഡ് ചെയ്ത് അത് ലെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ മ്യൂസിക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ 8 വീഡിയോസ് ഷൂട്ട് ചെയ്തു. അജയ് മേനോനാണ് ഷൂട്ട് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പോഴേക്കും NFTs ക്രാഷ് ആയി. ബൈ ദ ടൈം വി ഗോട്ട് ദിസ് റെഡി ആൻഡ് ബൂം അങ്ങ് പോയി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇതെന്താണ് നെക്സ്റ്റ് എന്ന് പറയുമ്പോഴേക്കും കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് we've started coming back to studios. So my team അവരാണ് പറഞ്ഞത് എന്തായാലും ഇത്രയും ആയി, let us do a stage production. Because അതുവരെ ഞങ്ങൾ ഒരു പ്രൊഡക്ഷൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഡാൻസ് പെർഫോമൻസസ് ചെയ്യുന്നുണ്ട്, സീക്വൻസസ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് സീക്വൻസസ് ചെയ്യുന്നത്, ഒരു ഫുൾ ഫ്ലെഡ്ജ് പ്രൊഡക്ഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ ഫുൾ കണ്ടന്റ് ഇരിക്കുവാണ്. അപ്പൊ മൈ ടീമാണ് അവരാണ് പറഞ്ഞത് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ ചെയ്തു തുടങ്ങുന്നു. ഐ തിങ്ക് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ല, ക്രിയേറ്റീവ് ഫ്ലോ കട്ടായി നിൽക്കുന്ന ഇതങ്ങ് തുടങ്ങുന്നതോടുകൂടി ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഫ്ലോയിങ് അഗൈൻ. ശരിക്കും ആ റിലീസ് ഉണ്ടല്ലോ നമുക്ക്, ബിക്കോസ് നമുക്കൊരു ഔട്ട്ലെറ്റ് കിട്ടി, നമുക്ക് ആ സ്റ്റേജ് കിട്ടി, നമുക്ക് പെർഫോം ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടി എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് സേവ്ഡ് മീ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് മൈ ടീം, അയ്യോ എനിക്ക് അവരുടെ ആ ഒരു 20s ഒരു 8 പിള്ളേരെ നമുക്ക് നിലത്ത് നിൽക്കാൻ പറ്റില്ല ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ. ബിക്കോസ് എനർജി ലെവൽസ് അങ്ങനെയാണ്. ആൻഡ് ഐ തിങ്ക് ദേ പുഷ് മീ, ദേ മേക്ക് മീ ഗ്രൗണ്ടഡ്, ദേ ട്രോൾ മീ. എല്ലാ രീതിയിലും എൻ്റെ റിയാലിറ്റി ചെക്കാണ് ആ ടീം. ആൻഡ് വെരി ക്രിയേറ്റീവ്, വെരി ടാലന്റഡ് കിഡ്സ്. അപ്പോൾ ഭയങ്കര okay, I found my zone again എന്നുള്ള ആ ഒരു മൂഡായിരുന്നു എനിക്ക്. എന്നിട്ട് അതും ഫുൾ പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞിട്ട് വി വാണ്ടഡ് സ്പോൺസേഴ്സ് അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് ചെറിയൊരു പെർഫെക്ഷനിസത്തിന്റെ അസുഖമുണ്ട്. അപ്പൊ ഞാനിതിങ്ങനെ രാഗിക്കൊണ്ടിരിക്കുക. അപ്പൊ ലാസ്റ്റ് മൈ കിഡ്സ് വർ ലൈക്ക്, ചേച്ചി ഇത് ഇനി we don't care what you say, we are putting this up on stage എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഫൈനലി മിലാൻ came on board. ആൻഡ് അതും എനിക്ക് ഓർമ്മയുണ്ട്, ഐ വാസ് റണ്ണിങ് അറൌണ്ട് ഫോർ ഫണ്ട്സ് ആൻഡ് ഓൾ. ആൻഡ് മിലാൻ ഷെർലി മാം എന്നെ വിളിച്ചിട്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫണ്ട്സിന്റെ കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും വിളിക്കുന്നുണ്ടാവുക. സോ ഷീ കോൾഡ് ആൻഡ് ഷീ സെഡ്,
റീമ ഐ ജസ്റ്റ് സോ ദ ടീസർ, എന്ത് രസമായിട്ടാണ് നിങ്ങൾ വീവിങ്ങിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അപ്പൊ ഞാനിങ്ങനെ ഫുൾ ഫണ്ട്സ് ആണ് പെട്ടെന്ന് വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓക്കെ താങ്ക്സ് ആൻഡ് ഐ വാസ് ടെല്ലിങ് മൈ ടീം, ഞാൻ അത് that is the thing about movies and every artist, no, നമ്മൾ ഇതിന്റെ കാശിന്റെ പിന്നാലെ ഓടണോ വർക്കിന്റെ പിന്നാലെ ഓടണോ എന്താണെന്ന് അറിയാണ്ട്. പക്ഷെ then we put it up and അപ്പൊ പോലും മനീഷ്, I had no idea that we will travel with it like this. 14+ journey. Yeah, so and I'm like, how do they find us? എനിക്ക് മനസ്സിലാവുന്നില്ല. They, we got invites, so we took it to Milan, we took it to Moscow, we are going to Baghdad International Festival now. പിന്നെ ITFOK was such a dream venue. എന്റെ തൃശ്ശൂരാണല്ലോ അത്, ഞാൻ അവിടെ ഇറങ്ങേറിയിട്ടുള്ളതാണ്. എന്റെ ഫസ്റ്റ് ഡാൻസ് സ്റ്റേജ് ആണ്. ഞാൻ വലിയ ഗ്യാപ്പിലല്ലേ പോകുന്നത്. പിന്നെ ITFOKിൽ ഞാൻ പണ്ട് കോളേജ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ കോമ്പയർ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് ITFOKിൽ. അപ്പൊ അന്ന് ഞാൻ മുരളിയേട്ടനൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് ഹി വാസ് ദി ചെയർമാൻ. അപ്പൊ ആ സ്റ്റേജിലേക്ക് ഞാൻ തിരിച്ചെന്റെ പ്രൊഡക്ഷൻ ആയിട്ട് പോന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര വലിയ കാര്യമായിരുന്നു. പിന്നെ there was some issues like എന്തിനാണ് സിനിമാക്കാർക്ക് തിയേറ്ററിൽ എന്താണ്, അതെ അത് ഒരു വാലിഡ് ചോദ്യവുമാണ്. പക്ഷെ എനിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഐ വോണ്ട് ടു like go and show my work പക്ഷെ and see what they have to say. And I must say അതിന്റെ റെസ്പോൺസ് എനിക്ക് ഭയങ്കര വാലിഡേഷൻ ആയിരുന്നു എന്റെ ലൈഫിൽ ആസ് എൻ ആർട്ടിസ്റ്റ്. എനിക്ക് നമ്മൾ IFFK പോകുമ്പോ നമ്മളിങ്ങനെ സ്റ്റെപ്സിലൊക്കെ ആൾക്കാർ ഇരുന്ന് സിനിമ കാണുമല്ലോ, അതുപോലെ ഫുൾ ആയിരുന്നു ഞങ്ങളുടെ ഷോ. എന്നിട്ട് ഞങ്ങൾ ശരിക്കും ഒരു ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ നെയ്ത്തുകാരി ഓർ എ നെയ്ത്തുകാരൻ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വന്ന് പണിയെടുത്ത് തിരിച്ചു പോകുന്ന പോലെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലൂടെ ബാഗൊക്കെ ആയിട്ട് പോകുന്ന പോലെയാണ് ക്ലോഷർ. അപ്പൊ ഇങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്കോടെ ഇങ്ങനെ ഫുൾ ആൾക്കാർ തിങ്ങി നിറഞ്ഞിരുന്ന്, അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും ബസ്സിന് സമയമായോ എന്നൊക്കെ, ബസ് പോയോ എന്നൊക്കെ ചോദിച്ചിട്ടാ പോവാ. അപ്പൊ ഭയങ്കര രസമായിരുന്നു ആ ഒരു എന്താ പറയാ, that experience at ITFOK was very very important for me as an artist. അതിനിപ്പോ ഗ്ലോബൽ ട്രാവൽ വരുവാണ്. ഇപ്പൊ മോസ്കോയിലും ഇവിടെയൊക്കെ പോകുന്ന മിലനിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇതെന്താ റിയാക്ഷൻ എങ്ങനെയായിരുന്നത്? അതായത് ഇവിടെ ഉള്ളതിനേക്കാളും ക്യൂരിയസ് ആണ് അവര്. സോ ദേ ആസ്ക് യു എന്താണ്, വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വേറെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് ദേ ഗെറ്റ് an idea of what we are going to present. And they are very very like ആ ഒരു എക്സോട്ടിക് ആ ഒരു സ്പേസിലാണല്ലോ അവര് നമ്മൾ ഇന്ത്യനെയും കേരളത്തിനെയും ഒക്കെ കാണുന്നത് പോലും. പക്ഷെ വീവിങ് ഇസ് യൂണിവേഴ്സൽ. നോ, ഇത് എല്ലായിടത്തും നടക്കും, എല്ലായിടത്തും എവരിബഡി കണക്ട്സ് ടു ഇറ്റ് ഓൺ അനദർ ലെവൽ. കൊറിയോഗ്രഫി കണ്ടെത്തി അതിനെ ഡിസൈൻ ചെയ്ത ഒരു, അതിന് ഇത്രയും വലിയൊരു ജേർണിക്ക് ശേഷമാണ് എന്നുള്ളതൊരു ഭയങ്കര എന്താ പറയാ, ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു റിസപ്ഷനാണ് അതിന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഞങ്ങൾക്കും അതിന്റെ ക്രിയേഷൻ ജേർണി ഭയങ്കര രസമായിരുന്നു മനീഷ്. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ക്ലാസിക്കൽ ഡാൻസ് സ്പേസിലുള്ള പോലെ ഒരു സെറ്റ് ഒരു വിഷ്വൽ ലാംഗ്വേജോ ഒന്നുമില്ലല്ലോ. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എല്ലാം. എവറി സ്റ്റെപ്പ് വി ഹാവ് യൂസ്ഡ് ഇസ് ക്രിയേറ്റഡ്. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു മുദ്ര പിടിച്ച ഇന്നർത്ഥം അങ്ങനെ ഒന്നുമില്ലല്ലോ. ചെയ്യുന്നതാണ്. എവറിത്തിങ് ഇസ് ക്രിയേറ്റഡ് ഫ്രം സ്ക്രാച്ച്. അപ്പൊ അതിന്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടല്ലോ ആസ് എ ടീം. ഞങ്ങൾ അത് മാമാങ്കം ഒറിജിനൽ ആണ്. മാമാങ്കം ഒറിജിനൽ. ആൻഡ് ആ ഒരു ഫ്രെറ്റേണിറ്റി ആൻഡ് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, നമുക്ക് കുറച്ചു കാലമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിൽ നിന്ന് കിട്ടാതിരുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയും ഫ്രെറ്റേണിറ്റിയും ഇവിടെ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതിന്റെ ഒരു സന്തോഷം കൂടെ എനിക്കുണ്ട്. തിയേറ്റർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇനീഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് തെങ്ങ് കയറുന്ന റിമ എന്നായിരുന്നു. അപ്പൊ നമ്മൾ പൊതുവെ എനിക്ക് വന്നത് കുറച്ചുകൂടി ഒരു ഫെമിനൈൻ തോട്ട്സ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നവർക്ക് മരം കയറി അത് കഴിഞ്ഞ് തെങ്ങ് കയറി എന്ന് പറഞ്ഞ പോലെ ഒരു ഞാൻ പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം, ഒരു മെയിൽ ഓർ ഫീമെയിൽ ആക്ടറിനെ സംബന്ധിച്ചോളം എപ്പോഴും അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലെ തന്നെ ഫിസിക്കൽ എഫേർട്ട് എപ്പോഴും മാറ്റർ ആണ് ഏത് തരം ക്യാരക്ടർ ചെയ്യുന്ന സമയത്തും. എനിക്ക് തോന്നുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റിമയുടെ ഫിലിമോഗ്രഫിയിൽ ഭയങ്കര ഒരുപാട് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഫിസിക്കൽ എഫേർട്ട് പലതരത്തിലുള്ളൊരു പടമാണ്. അതിൽ കായലുണ്ട്, വെള്ളമുണ്ട്, പിന്നെ ഒരു തൃശ്ശൂർക്കാരിക്ക് ഒട്ടും പരിചിതമല്ലാത്തൊരു ടെറൈനിലാണ് സിനിമ എൻറ്റയർ വർക്ക് ആവുന്നത്. ഈ പറയുന്ന ഇതിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയ സജിൻ പറയുന്ന സമയത്ത് എന്താണ് തിയേറ്ററിലേക്ക് അട്രാക്റ്റഡ് ആവാൻ കാരണം?
ദ ഫിസിക്കൽ ആ ആ ചാലഞ്ചസ് ഒക്കെ എനിക്ക് ചാലഞ്ചസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ സംതിങ് ദാറ്റ് ഹാവ് നോട്ട് ഡൺ ബിഫോർ എന്നുള്ളത് എപ്പോഴും ഭയങ്കരമായിട്ട് എനിക്ക് കിക്ക് തരുന്ന ഒരു കാര്യമാണ്. ഈവൻ ട്രാവൽ ചെയ്യുമ്പോൾ പോലും എനിക്ക് പോയ സ്ഥലത്ത് പിന്നെ പോകണ്ട, എനിക്ക് വേറെ പുതിയത് നോക്കാം എപ്പോഴും വേണം. അതാണ് ഒരു മൈൻഡ് സ്പേസ് എപ്പോഴും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ തിയേറ്റർ പറയുന്ന ഈ പോസ്റ്റ് ട്രൂത്ത് എറ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ അതിന്റെ നടുക്ക് നിന്നിട്ടുള്ളതാണല്ലോ. അതായത് നമ്മൾ വിചാരിക്കാത്ത സ്പേസസിലേക്ക് പോകും, നമ്മൾ പറഞ്ഞൊരു കാര്യം ഇന്റർപ്രറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഭയങ്കര സത്യമാണ് എന്നുള്ള രീതിയിൽ പ്രചരിക്കപ്പെടുന്നു, അതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരുന്നു. അതിന്റെ ആ മാഡ്നസും ആ കെയോസും എല്ലാ രീതിയിലും അനുഭവിച്ചിട്ടുണ്ട് പല സമയത്ത് പല ഘട്ടത്തിൽ. അത് എന്നെ എഫക്ട് ചെയ്യുന്നേക്കാളും കൂടുതൽ എൻ്റെ ചുറ്റുമുള്ളവരെ എഫക്ട് ചെയ്യുന്നതും ഒക്കെ കണ്ട്, അപ്പൊ എനിക്ക് ആ അതിന്റെ ഒരു തലമാണല്ലോ നമ്മൾ ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് എങ്ങനെ പോവും അതും ആ ഡൈക്കറ്റമി ഉണ്ടല്ലോ, ഇവരിങ്ങനെ അമ്മയും മോളും ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന സ്പേസിൽ നിന്ന് ഇവർ ലോകമെമ്പാടും വൈറൽ ആവുന്നു. അപ്പൊ അതിന്റെ നടുക്ക് അതുപോലെ തന്നെ ഈ ട്രഡീഷന്റെയും മോഡേണിറ്റിന്റെയും നടുക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഭയങ്കര ഫെമിനൈൻ ആയിട്ട് എല്ലാം ഉണ്ട്. ഫെമിനൈൻ ആണ്, പക്ഷെ ഭയങ്കര മസ്കുലിൻ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന, അന്നാ ഭയങ്കര അമ്മയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള. അപ്പൊ ഇങ്ങനെ എക്സ്ട്രീമിറ്റീസിന്റെ നടുക്ക് ഇങ്ങനെ പെട്ടുപോയിട്ടുള്ള ഒരു ക്യാരക്ടർ. എനിക്കത് അതെനിക്ക് ഭയങ്കര വർക്കായി. ബിക്കോസ് നമ്മൾ അങ്ങനെ കുറെ പ്രാവശ്യം നമ്മൾ പെട്ടുപോയിട്ടുള്ളതാണല്ലോ അതില്. അപ്പൊ ഹൗ ഡു വി ബ്രിങ് ദാറ്റ് ഓൺ സ്ക്രീൻ, ഹൗ ഡു വി, ആൻഡ് ഓൾസോ ആ സ്റ്റോറി ഇപ്പൊ ഭയങ്കര റെലവെന്റ് അല്ലേ. ഈ പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് പറയുന്നത് ഭയങ്കര റെലവെന്റ് ആണ്. എന്താണ് സത്യം, റിയാലിറ്റി എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയ സംഗതിയാണ്. So that is why, myth of reality എന്നാണല്ലോ നമ്മുടെ ടാഗ് ലൈൻ. That was very interesting for me. That was a perspective that I did want to explore, and what better medium than cinema to kind of explore. ഉറപ്പായി എനിക്ക് അറിയാവുന്ന ഇത് വെച്ചിട്ട് ഇപ്പൊ കണ്ടംപററി ഡാൻസ് നിങ്ങൾക്ക് അതിലൊരു അഡ്വഞ്ചർ പാർട്ട് ഉണ്ടല്ലോ. അതിന്റെ കൊറിയോഗ്രഫിയിൽ ഒരു അഡ്വഞ്ചർ പാർട്ട് ഉണ്ട്. ചിലപ്പോൾ അതിലൊരു റിസ്ക് ഫാക്ടർ ഒക്കെ ഉണ്ട് അതിന്റെ കൊറിയോഗ്രഫിയിൽ. അപ്പൊ ഒരു തെങ്ങ് കയറണം, അവിടെ ഒരു ഒറിജിനാലിറ്റി അവിടെ വേണമല്ലോ. കാരണം അവിടെ മറ്റേ സെറ്റ് ഇട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലൊരു സംഗതിയാണല്ലോ. VFX പറ്റാത്തൊരു സംഗതിയായിരുന്നല്ലോ. അതെങ്ങനെയായിരുന്നു അങ്ങനെ അപ്രോച്ച്? അത് ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ ഷൂട്ട് ചെയ്തതാണോ? അതെ, ഞാൻ ചെന്ന ഉടനെ തന്നെ അവിടുത്തെ ഒരു ചേട്ടനുണ്ട്, അവിടുത്തെ ചേട്ടനാണ്. ഇപ്പൊ ചേട്ടൻ വന്ന് എങ്ങനെയാണ് ഇതിന്റെ ബേസിക് ടെക്നിക്സ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കും. അപ്പൊ ഒരു ആസ് എ ഡാൻസർ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ ഫിസിക്കൽ, സ്പെഷ്യലി കണ്ടംപററി ഡാൻസിൽ താളം ഉണ്ടല്ലോ. ഇത് ഇങ്ങനെ ഇതിന് കാലം അതിന് താളം ഉണ്ട് കയറുന്നതിന്. ആ താളം കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് സോ മച്ച് ഈസിയർ. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മസിൽ ഗ്രൂപ്പ്സ് അല്ല തെങ്ങ് കയറുമ്പോൾ യൂസ് ചെയ്യുന്നത്. കോറും വേറെ രീതിയിൽ ഭയങ്കര സ്ട്രെങ്ത് വേണം അതിന്. ഈ ചേട്ടനെ കാണണം, സിക്സ് പാക്ക് ഭയങ്കര രസം കാണാനായിട്ട്. അപ്പൊ പിന്നെ കാഴ്ചയില് മീര ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ടല്ല കയറുന്നത്, അവരവിടെ യൂസ്ഡ് ആണ് അത് ഫീൽ ചെയ്യും വേണം. പിന്നെ വലിയൊരു ലാഡർ ഒക്കെ ഉണ്ട്. അപ്പൊ അത് ചെറിയ എല്ലാ ദിവസം ചെയ്യുന്ന ജോലിയാണ്. അപ്പൊ അത് ഫീൽ ചെയ്യണം. അപ്പൊ അതിലാ ഒരു വാഴ വെട്ടുന്നത്. അപ്പൊ ഇത് സെറ്റ് ചെയ്ത് ഒരു വാഴയേ ഉള്ളൂ, വെട്ടി ഓരോ വെട്ടറി വിടണം. എന്നിട്ട് വെരി നാച്ചുറൽ. അപ്പൊ നമ്മളിങ്ങനെ മറ്റേ ചക്ക കഴിച്ചു പോയി വാഴ വെട്ടുന്നു, അവിടെ നിന്ന് പോയി. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എനിക്ക് ഇങ്ങനത്തെ എന്ത് തന്നാലും എനിക്ക് തരാത്തതിന്റെ കുഴപ്പമുള്ളൂ. അതെനിക്ക് ടാസ്ക് അടുത്തത് താതുള്ള കൂടാ. പിന്നെ വഞ്ചി തുഴയാ. അപ്പൊ ഞാൻ നിദ്രയുടെ സമയത്ത് അത്യാവശ്യം നന്നായി വഞ്ചി തുഴയാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ദേവർ ആക്ച്വലി സർപ്രൈസ്ഡ്. പാഡ്ൽ ചെയ്യും, ഞാൻ കയാക്ക് ചെയ്യും. അപ്പൊ എനിക്ക് ഏകദേശം എനിക്ക് നീന്താൻ അറിയില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. എനിക്ക് അത്യാവശ്യം ഒരു മാനുവർ ചെയ്യാൻ അറിയാം. ഇത്രയധികം ആക്ടിവിറ്റീസ്. ഇപ്പൊ ഇത് വഞ്ചി തുഴയുന്ന ഒരു കാര്യം പറയുമ്പോ തെങ്ങ് കയറുന്നു, വഞ്ചി കയറുന്നു, ഇതെല്ലാം കൊണ്ടുപോകുന്നു. അതിന്റെ ഇടയ്ക്ക് അമ്മേനെ നോക്കുന്നു, കുക്ക് ചെയ്യുന്നു, പിന്നെ മറ്റേ പൂച്ചേനെ രക്ഷിക്കുന്നു. അങ്ങനെ ചെന്നപ്പോ തൊട്ട് നല്ല ടാസ്ക് ആയിരുന്നു. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ആസ് ഇൻ ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് വി ലിവ് ഫോർ. ഞങ്ങൾക്ക് ടാസ്ക് തരൂ എന്ന് പറഞ്ഞ് കുറെ പേര് ഇവിടെ ഇരിക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ. വി ലവ് ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഇപ്പൊ എന്തോ ഞാൻ വലിയ കാര്യം ചെയ്തു എന്ന് പറയണ്ടല്ലോ. എന്റെ സ്ഥാനത്ത് ആരെ വേണമെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ടോളൂ.
I don't know. I mean, I'm talking for women specifically. I mean, I don't know about the men അതെ. because all the female artists I know, അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർക്ക് എന്തെങ്കിലും ചാലഞ്ചോ എന്തും കിട്ടിയാലും പിടിക്കാന്നുള്ള മൂഡിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അതെ, ഒരു സ്റ്റീരിയോടിപ്പിക്കലിന് പുറത്ത് എന്ത് ചെയ്യാനും റെഡിയാണ്. അതാണ് കിട്ടാത്തത്. അത് കിട്ടുമ്പോൾ കാരണം നമുക്ക് ഭയങ്കര യുനോ ഇപ്പൊ ഈ പറയുന്ന പോലെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇൻഡി ഫിലിം സ്പേസിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു ലക്ഷറി പോയിട്ട് ഒന്നുമില്ല, അത്രയും ബേസിക് ആണ്. പക്ഷെ ഞാൻ ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ പറഞ്ഞത് അതാണ്. ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള, എല്ലാ ലക്ഷറിയും ഉള്ള, നമ്മൾ എത്രയോ സിനിമകളിൽ ഷൂട്ട് കഴിഞ്ഞൊന്ന് പോയാൽ മതി എന്ന് തോന്നിയ ദിവസങ്ങളുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ യു ഫീൽ ഫുൾ, നമുക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും നമ്മൾ പോയിട്ട്, ഒരു കുഴപ്പമില്ല എന്തുണ്ടെങ്കിലും ആ സമയത്ത് ചെയ്തു. ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ റീമോ, ഇപ്പം ഇതുപോലൊരു സിനിമ വരുന്ന സമയത്ത് ഇത്തരം ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഇത് ഫെസ്റ്റിവൽ സർക്യൂട്ടിലേക്ക് ആയിരിക്കും പോകുന്നത്, ഇനീഷ്യലി പോകുന്നത്. അങ്ങനെ ഒരു ഓഡിയൻസിനായിട്ടുള്ള ഇത് തിയേറ്ററിൽ പോയി കാണണോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇത് കുറച്ചുകൂടി ഒരു തിയേറ്റർ ഡിസൈൻ കൂടിയുള്ള സിനിമയായിട്ടാണ്. ചിലപ്പോഴും ഈ സിനിമ ഒരു 4 ഫെസ്റ്റിവലിന് ശേഷമാണ് തിയേറ്ററിൽ വരുന്നെങ്കിൽ അടുത്ത IFFK വരുവാണെങ്കിൽ കാണാന്നുള്ളതായിരിക്കും ആളുകളുടെ പ്രിഫറൻസ്. അങ്ങനെ ഒരു അതൊരു പ്രശ്നം കൂടിയായിട്ട് മാറാറില്ലേ? ആ പ്രശ്നം ശരിക്കും പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടറിനും ഉണ്ടായിരുന്നു. ആദ്യം മുതലേ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പൊ കണ്ടിട്ട് പറയുന്നവരെല്ലാവരും പറയുന്നത് അത് ലൈക്ക് യുനോ റിലേറ്റബിൾ ആണ്. നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരു കളക്റ്റീവ്ലി ആസ് എ സൊസൈറ്റി നമ്മൾ കടന്നു പോകുന്ന ഒരു വളരെ സങ്കീർണമായ ഒരു വിഷയത്തിന് നടുക്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു അഞ്ജന ഫിലിംസ് ആണെങ്കിലും സജൻ ആണെങ്കിലും ഇതൊരു തിയേറ്ററിൽ റിലീസിലേക്ക് നമുക്ക് പോവാം എന്ന് അവർ അത്രയും കോൺഫിഡന്റ് ആയിട്ട് അവര് they wanted to do it. They were very clear about it. ഇപ്പൊ ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് യുനോ നമ്മൾ ഫെസ്റ്റിവൽസ് എന്നുള്ള സ്പേസിൽ തന്നെയായിരുന്നു നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ the makers were very sure that you know they wanted a theatrical release. And ഇപ്പൊ എനിക്ക് the way people are reacting to it, I understand why. എന്തുകൊണ്ടാണ് അത് ഒരു കോമൺ ഓഡിയൻസിലേക്ക് പോകുമ്പോഴും അത് വർക്ക് ആവുന്നതെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് മലയാളത്തില് ആദ്യമായിട്ടൊരു പക്ഷെ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ 300 crore ഇതിലേക്ക് ടച്ച് ചെയ്യാൻ പോകുന്നു. അതൊരു ഫെമിനൈൻ നെറേറ്റീവിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീമെയിൽ ലീഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു പടമാണ് ലോക. കല്യാണി പ്രിയദർശിനി ക്യാരക്ടർ ചെയ്ത്. ഉറപ്പായും ഈ പറഞ്ഞ എല്ലാ പ്രാവശ്യവും നമ്മളൊരു ആക്ടേഴ്സിനോടെല്ലാം സംസാരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞു കുറെ ഇപ്പം ആവേശത്തിലെ കാര്യവും മഞ്ഞുമലിന്റെ കാര്യം പറയുമ്പോഴും ഈ ഒരു സ്ത്രീ പ്രാതിനിധ്യമുള്ള സിനിമകൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു പൊതുവാശങ്കയായിട്ട് ആളുകൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീ പ്രാതിനിധ്യമുള്ള സിനിമ അല്ലെങ്കിൽ സ്ത്രീക്ക് വേണ്ടി എഴുതുക എന്നുള്ളതിന് സ്ത്രീപക്ഷ സിനിമ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു ഫെമിനൈൻ നെറേറ്റീവിന് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അവിടെ ഒരു ആക്ടർ ബാങ്കബിൾ ആവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ബാങ്കബിൾ ആവണം എന്നാണ് ഒരു ഫീമെയിൽ ലീഡായിട്ടുള്ള ആക്ടേഴ്സ് അടക്കം പറയുന്നത്. ഇത് അങ്ങനെ ഇതൊരു ഒരു ഗിയർ ഷിഫ്റ്റ് ആയിട്ടോ ഗെയിം ചേഞ്ചർ ആയിട്ടോ മാറുമോ, അല്ലെങ്കിൽ എന്താണ് കാണുന്നത്? കാരണം ഇതിലൊരു ഇതേ സീറ്റിലിരുന്നിട്ട് പിന്നെ ഇതിന്റെ റൈറ്റർ പാർട്ടിലുള്ള ഒരാൾ കൂടി സെയിം സംഗതി ഒരു കോൺഫിഡൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ റിമയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത് ആഫ്റ്റർ ലോക അല്ലെങ്കിൽ ലോക? എനിക്ക് എന്നും ഉണ്ടല്ലോ മനീഷ്, ഐ റിയലി ഫീൽ സിനിമയുടെ വിജയം ഒരു സ്റ്റാറിലേക്ക് പിടിച്ചു കെട്ടുന്നതിൽ ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് എന്നും തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് നെവർ അബൌട്ട് വൺ പേഴ്സൺ. ബിക്കോസ് സിനിമ അതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. അത് അണ്ടർലൈൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ബട്ട് യെസ്, നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതി അതിനു വേണ്ടി ഇത്രയധികം ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാതും സ്വരുക്കൂട്ടി നമ്മൾ ദ മൊമെന്റ് ഓഫ് ട്രൂത്ത് ഇസ് ദാറ്റ് പെർഫോമൻസ് ദാറ്റ് വി ഡെലിവർ. അതാണ് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഫൈനൽ പ്രോഡക്റ്റ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിലൊരു പെർഫോമർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട്. ആൻഡ് ആ കളക്റ്റീവ് എഫേർട്ടിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആര് ലീഡ് ചെയ്യുന്നു സിനിമ എന്നുള്ളതിലേക്ക് സിനിമയെ ഒതുക്കി നമ്മൾ അതിൻ്റെ എന്താ പറയുക പല ലെയേഴ്സിനെയും കട്ട് ചെയ്ത് കളയാണ്. അല്ലെങ്കിൽ അതിൻ്റെ പല രീതിയിലുള്ള കഥകൾ വരാനുള്ള ഒരു ചാൻസിനെ കട്ട് ചെയ്ത് കളയാണ്. ഒരു ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഒരു തരം മനുഷ്യരെ കുറിച്ച് മാത്രം സിനിമകൾ വീണ്ടും വീണ്ടും വരുമ്പോൾ
അത് ഏറ്റവും കൂടുതൽ കട്ട് ചെയ്യുന്നത് മലയാളം സിനിമ ഇൻഡസ്ട്രി തന്നെയാണെന്ന് നിൽക്കെ തന്നെ നമ്മളെ ആളുകൾ കാണുന്ന ലെവലിലുള്ള മോഡേൺ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ജെൻഡർ ബയസ് ഇല്ലാത്ത ഒരു സ്പേസിലേക്ക് നമ്മൾ വളരണമെങ്കിൽ ഐ തിങ്ക് വി ഹാവ് ടു ഗോ ദെയർ വേർ യു നോ ഇറ്റ് ഈസ് എ കളക്റ്റീവ് എഫേർട്ട് എന്നുള്ള സ്പേസിൽ എന്ത് തരം സിനിമയാണെങ്കിലും നല്ല രീതിയിൽ നല്ല പ്രോപ്പർ സ്ക്രിപ്റ്റ് ബാക്ക്ഡായി നല്ല ഡയറക്ഷനിൽ നല്ല ആർട്ട് വർക്കും ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കൂടെ ഒരു നല്ല സിനിമ പറഞ്ഞാൽ ഇവിടെ പ്രേക്ഷകർ കാണും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്. അതെ, അതായത് നല്ല കഥയും നല്ല ക്രാഫ്റ്റും ചേർന്നിട്ടുണ്ടെങ്കിൽ ആരഭിനയിച്ചാലും ഫീമെയിൽ ഓർ മെയിൽ എന്നുള്ളത് ഒരു വിഷയമല്ല എന്ന് ഓഡിയൻസ് ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദി ഓഡിയൻസ്. ഐ തിങ്ക് ഇപ്പൊ ഒരു ഫീമെയിൽ ലെഡ് സിനിമ നമ്മൾ പിച്ച് ചെയ്യാൻ പോകുമ്പോൾ ഐ തിങ്ക് ദ ഇൻഡസ്ട്രി ഹാസ് ടു ബിലീവ് ഇൻ ദം ഫസ്റ്റ്. I think that is the change I am looking for, because I know that you know വളരെ കൃത്യമായി അയ്യോ ഫീമെയിൽ ലെഡ് സിനിമ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫീമെയിൽ ലെഡ് സിനിമ അത് ഇതിന്റെ ഉള്ളിലുള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ലോകയില് ഒരു ദുൽഖർ സൽമാൻ ഫിലിംസ് വന്ന് അത് വിശ്വസിക്കുന്ന പോയിന്റിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. അതുപോലെ ഒരു ഡൊമിനിക്കും നിമീഷും ശാന്തിയും കൂടെ ഇരുന്നു. Yes, it is a female superhero. They could have made എന്ത് എളുപ്പമല്ലേ. ഇപ്പൊ ഇവർക്ക് ഈ ഡേറ്റ് പോലെ തന്നെ ഇപ്പൊ ദുൽഖർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദുൽഖർ സൽമാനെ വെച്ചിട്ടുള്ള ഒരു പടം ദുൽഖർ സൽമാനെ ചെയ്യാൻ ബുദ്ധിമുട്ട്. പക്ഷെ they were very clear that you know ലോക ഫസ്റ്റ് ചാപ്റ്റർ is a female superhero. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയാൽ തന്നെ ഇവിടുത്തെ ഐ മീൻ ഐ തിങ്ക് ഇൻ ദാറ്റ് ഡയറക്ഷൻ ലോക is a definite step forward. ഒരു സംശയം അതിലില്ല. And it is so good to see you know full theaters ഇപ്പോഴും അതിൽ ആ ചെറിയ കുട്ടിയാണെങ്കിലും ശാന്തിയുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ തന്നെ ഐ ഗെറ്റ് സോ ഹാപ്പി the kind of thought she has put into it, because that is every woman I know, you know, the detailing that they go into, the kind of mad fanatism when it comes to detailing. I think there's something that women have, no? അപ്പോൾ എനിക്ക് ആളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ you feel so happy that there was a woman who you know behind the lens when creating that world. അതില് ഒരുപാട് ഭയങ്കര സന്തോഷം. എപ്പോഴും ആളുകൾ പറയാണ്ട് ഇപ്പൊ സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഹെൽത്ത് കെയർ എല്ലാ സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ ലീഡ് ചെയ്യുന്ന അവിടെ ഡിസിഷൻ എടുക്കുന്ന അതിന്റെ ഒരു ടോപ്പ് ലൈനിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം കാണും. പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യത്തിൽ അതിന്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ പോലും ഒരു നെറേറ്റീവ് വരുമ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി വരുമ്പോ അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ, ഞാൻ ഫീമെയിൽ ലെഡ് ഫിലിംസ് പോലും അല്ല, അതിന്റെ ഒരു റെപ്രസെന്റേഷന്റെ കാര്യത്തിൽ അത് തിയേറ്ററിന്റെ ഒരു റെസിപ്പി ഈ രീതിയിലല്ല എന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. അത് തുടർച്ചയായി വരുന്നു. എനിക്കൊന്ന് ലോകയുടെ കാര്യം വരുന്ന സമയത്ത് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇത് ഞാൻ പറയുന്നത് എഴുത്തിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ക്രാഫ്റ്റിലും സ്റ്റോറിയിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഫീമെയിൽ ഓർ മെയിൽ അത് ഏത് തരത്തിൽ കഥയും പോസിബിൾ ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് നമ്മുടെ ഓഡിയൻസ് അത് റിസീവ് ചെയ്തിട്ടുണ്ട് when the craft has been good. ബിക്കോസ് ഇത് at the end of the day സിനിമ എന്ന് പറയുന്നത് ഒരു പല ആളുകളുടെ ക്രാഫ്റ്റ് ഒന്നിക്കുന്ന അതിന്റെ എക്സലൻസ് ആർട്ട് എന്നുള്ള സ്പേസിൽ തന്നെയാണല്ലോ ആളുകൾ പോയി സിനിമ കാണുന്നത്. അവരെ എന്റർടൈൻ ചെയ്യണം നമ്മൾ. അവരെ they should be like wow okay this is different, ഇത് പുതിയതാണല്ലോ. അവർക്ക് അത് കിട്ടാൻ അവരെ 2 മണിക്കൂറോളം വന്നിരിക്കുന്നത്. അല്ലാതെ ഇത് ഇപ്പൊ ഇന്ന ജെൻഡറിലുള്ള ആള് അഭിനയിച്ചാൽ അതൊന്നും അവർക്ക് വിഷയമേ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ 50 കോടി ഒരു മെയിൽ സെൻട്രിക് ഫിലിമിൽ ഇടുമ്പോൾ ഇവിടെ 50 കോടി കിട്ടാതെ ആവുമ്പോൾ ആ ക്രാഫ്റ്റ് ആണല്ലോ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോ ദി ഓഡിയൻസ് ഇസ് ലൈക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച ക്രാഫ്റ്റ് ഇതിനില്ല, അതിലും ക്രാഫ്റ്റ് അപ്പുറത്ത് തന്നെയാണ്. അപ്പോ നമുക്ക് ഓഡിയൻസിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. But give us the same kind of money. 30 കോടിക്ക് ലോക ചെയ്യുമ്പോൾ നല്ല രസമുണ്ടല്ലോ. അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം ഋതു പോലെ ഇതുപോലൊരു ഒരു ചേഞ്ചിന് ശ്രമിച്ച സിനിമയിലാണ് റിമി എത്തുന്നത്, ഋതു. അതുപോലെ തന്നെയാണ് 22 ഫീമെയിൽ വരുന്ന സമയത്ത് ഇതിന് തിയേറ്റർ സക്സസ്, അതിന്റെ പ്രിവ്യൂ എനിക്ക് തോന്നുന്നു ഷേണായ്സിൽ വരുന്ന സമയത്ത് അതിനുശേഷമാണ് ഇതിന്റെ ഒരു തിയേറ്റർ ഇമ്പാക്ട് ഉള്ള സിനിമയാണെന്ന്. അതുവരെ എനിക്ക് തോന്നുന്നത് ഇൻക്ലൂഡിങ് അല്ല നിങ്ങളുടെ ടീമിൽ പോലും അതങ്ങനെ ഒരു കംപ്ലീറ്റ് തിയേറ്റർ വേർഷനിലാണോ ഇത് വർക്കാവുമെന്ന് ഐഡിയ ഇല്ലായിരുന്നു തോന്നുന്നു അല്ലെ.
റിസ്ക് ആയിരുന്നല്ലോ. പക്ഷെ അതിന് ഞാൻ അങ്ങനെ ഒരു അപ്രീസിയേഷൻ വരുന്നു. ഇപ്പൊ ലോക അടക്കമുള്ള സിനിമകൾ വരുന്ന സമയത്ത് എന്താണ് മലയാള സിനിമയിലുള്ള ചേഞ്ചിനെ കാണുന്നത്? ഞാൻ പറഞ്ഞത് എപ്പോഴും കേരളത്തിന് പുറത്തുള്ളവർ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഇൻഡസ്ട്രി, ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് ഉള്ള ഇൻഡസ്ട്രി, ഏറ്റവും നല്ല തോട്ട് പ്രോസസ് നടക്കുന്ന ഇൻഡസ്ട്രി എന്നുള്ളത് ഇവിടുന്ന് ആരെങ്കിലും കൊണ്ടുപോകാനാണ് നോക്കുന്നത്. എപ്പോഴും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇതാണല്ലേ എല്ലാ ലാംഗ്വേജും. ഇപ്പം റീജിയണൽ നോക്കിയാലും ബോളിവുഡ് നോക്കിയാലും ഇവിടുന്ന് ആളുകൾക്ക് എപ്പോഴും ഒരു എൻക്വയറി വരുന്നുണ്ടല്ലോ. എന്താണ് മലയാളം ഇപ്പം റിമ തന്നെ ഈ പറഞ്ഞ ഋതു മുതൽ ഇപ്പം ലോക വരെയുള്ള ഒരു ജേർണിയിൽ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് ആ ചേഞ്ച് എന്നുള്ളത് കാണുന്നത്? ഈ പറയുന്ന ജുഗാദിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ നമുക്കും പേടിയില്ല. പിന്നെ ഓഡിയൻസ് അത് നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് കൃത്യമായിട്ട് അവരൊരു പോയിന്റിൽ അവർ കട്ട് ചെയ്യും. നമ്മൾ അത് ദേ ഡോണ്ട് ഗെറ്റ് their money's worth. അത് I definitely feel our audience is brilliant like that. നമ്മളെ keep us on our toes എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ ഹാഫ് ആസ്ഡ് ആയിട്ട് എന്ത് കൊടുത്താലും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് അത് തന്നെ that is the biggest plus we have in our state. അത് സിനിമ എന്നുള്ള കാര്യത്തിൽ മാത്രമല്ലല്ലോ, നമ്മുടെ പൊളിറ്റിക്സും എന്തെടുക്കുകയാണെങ്കിലും നമ്മളെപ്പോലത്തെ ട്രോളന്മാര്, ട്രോൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ട്രോളാണല്ലോ, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് വി ഹാവ് ടു കീപ്പ് അപ്പ് യുനോ നമ്മൾ അങ്ങനത്തെ ഒരു ഗ്ലോബൽ സെൻസിബിലിറ്റി ഉള്ള ഓഡിയൻസ് ആണെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ ഓൾസോ ദ ഫാക്ട് ദാറ്റ് യുനോ ആസ് ടെക്നീഷ്യൻസ് ആൻഡ് ആസ് ആർട്ടിസ്റ്റ് നമ്മളും അത് പുഷ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന, അതായത് വി ആർ ഡെഫിനറ്റ്ലി വാച്ചിങ് അവർ ഓഡിയൻസ് ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് ദ പൾസ്. ഇപ്പൊ കോവിഡ് സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കോവിഡ് സമയം അത് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ വി ആർ ഫ്ലൈയിങ് സംവെയർ, ഞങ്ങൾ എല്ലാവരും മറ്റേ ബിസിനസ് ക്ലാസ് ലോഞ്ചിൽ കുറേ മലയാള സിനിമക്കാർ. ആൻഡ് അവിടെയും എന്താണ് പൾസ് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ദ കോൺവെർസേഷൻ ലൈക്ക് യു നോ ഇറ്റ്സ് വെരി കോൺസെൻട്രേറ്റഡ് ഓൺ വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ദർ ഇസ് നത്തിങ് എൽസ് വി ടോക്ക് അബൌട്ട്. ഇറ്റ് ഇസ് ഓൾവേസ് അബൌട്ട് വാട്ട് ഇസ് നെക്സ്റ്റ്, എന്താണ് ഇതിനേക്കാളും മുകളിലടിക്കാൻ പറ്റുന്നത്, എന്താണ് ഇപ്പൊ എന്താണ് ഓഡിയൻസിന് വേണ്ടത്. ലൈക്ക് ഇപ്പൊ കോവിഡ് കഴിഞ്ഞ് എല്ലാവരും ലോ ആയിട്ടിരിക്കുകയാണ്. ദേ നീഡ് എ ഹൈ. ലൈക്ക് വി ഹാവ് എൻ ആവേശം, വി ഹാവ് എ പ്രേമലു. We know, we watch the graph and we want to deliver something to our audience which will അവരുടെ കിട്ടണം ആ കയ്യടി. അതിനു വേണ്ടി പുഷ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കൂടി ഞങ്ങളെയും കൂടെ അതിന്റെ ഭാഗമാക്കാത്തതിലുള്ള വിഷമം മാത്രമേ ഞങ്ങൾക്ക്. അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഉറപ്പായും റിമ വരുന്ന സമയത്ത് ഉള്ളത്, ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് റിമ വരുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയുടെ മെയിൻ സ്ട്രീമിന്റെ പാർട്ടാവുന്നു, പടങ്ങൾ ചെയ്യുന്നു. ഒരു ടൈമില് അതൊരു WCC അല്ലെങ്കിൽ ഒരു ജെൻഡർ മൂവ്മെന്റിന്റെ പാർട്ടാവുന്നു. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ വേറെയും ഇൻഡസ്ട്രി വേറെയും ഒരു എൻറ്റയർ, അതായത് മുഴുവൻ സംഘടനാ സംവിധാനം വേഴ്സസ് WCC പീപ്പിൾ. അത് ഞാൻ പറഞ്ഞൊരു വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഇപ്പം അതുവരെ പരിചയമുള്ളവര് കാണുന്നവര്, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പരിചയക്കാരുള്ള സ്ഥലമാണല്ലോ. അവിടെ നിന്ന് WCC വേറെ തന്നെ ഒരു തുരുത്ത്, ഇപ്പൊ നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ കാണുന്ന ഒറ്റപ്പെട്ട തുരുത്തായി മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞാൻ ചോദിക്കുന്നത് ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ, സൗഹൃദങ്ങളിൽ, ഈ പറയുന്നതിലൊക്കെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് നൗ അതാണ് ആ ഒരു ഇറ്റ് ഇസ് എ ബിഗ് ചേഞ്ച് മനീഷ്. അതായത് 100 കൊല്ലമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് കുറച്ചു പേര് നിന്ന് പറയാണല്ലോ. ഭയങ്കരമായ ഒരു ചേഞ്ച് ആയിരുന്നു അത്. എക്സ്പെക്റ്റഡ് അല്ല. അപ്പൊ ചേഞ്ച് ആയിട്ട് നമ്മുടെ ഒരു സ്പേസ് പൊരുത്തപ്പെടാനുള്ള ടൈം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കണം. ആസ് എൻ ഇൻഡസ്ട്രി, ആസ് എ സ്റ്റേറ്റ്, ലൈക്ക് നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിലേക്ക് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ച് പോലും നമ്മൾ കണക്കാക്കണല്ലോ അതിന്റെ ഇടയിൽ. And the audience also spoke up. There were a lot of people who understood what was happening. സംസാരിക്കുന്നു, അവര് സംസാരിക്കുന്നു, ഫിലിം കോൺക്ലേവ് തന്നെ ഉണ്ടാവുന്നു, സിനിമകളെ ബാധിക്കുന്നു, അത് അല്ലേ അതിന്റെ റിസപ്ഷനെ ബാധിക്കുന്നു, എല്ലാ രീതിയിലും. പക്ഷെ ഇപ്പൊ കലങ്ങി തെളിയുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു എനിക്ക്. തെളിയാൻ ദ സെൻസ് ഇത് മനസ്സിലാക്കി ഇത് നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് കയറി ഇനി അത് പ്രാവർത്തികമായി ഇനി അതിന്റെ ചേഞ്ചസ് വന്നു തുടങ്ങുമായിരിക്കും. ഹൂ നോസ്, ഈവൻ ലോക മൈറ്റ് ബി വൺ ഓഫ് ദ ചേഞ്ചസ്. എന്ന് നമ്മളെന്തോ അവരുടെ സക്സസിനെ നമ്മൾ ഒട്ടും ഒന്നും അതിന്റെ ഭാഗമാണെന്ന് ഒന്നുമല്ല ഞാൻ പറയണത്. ഞാൻ പറയാണ് ജനറലി നമ്മൾ ആഗ്രഹിച്ച ആ ഷിഫ്റ്റിന്റെ ഒരു തുടക്കമാവാലോ ഇത്. ഇൻ എ ലോട്ട് ഓഫ് വേസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൾ അറൌണ്ട് ദ വേൾഡ്. ഇപ്പൊ വിരാട് കോഹ്ലിയുടെ ഒരു ഫാസ്റ്റസ്റ്റ് 100 ഇത് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്.
അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും ബാക്കിങ്ങും കൃത്യമായിട്ടുള്ള ഒരു സ്പേസും കിട്ടിക്കഴിഞ്ഞാൽ ജെൻഡർ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ വിൽ നോട്ട് ബി ഇവൻ എ പ്രീകേഴ്സർ. അത് നമുക്കത് വേണ്ടി വരില്ല ഒരു പോയിന്റിലും എന്നുള്ളൊരു സ്പേസിലേക്ക് നമ്മൾ വളരണം. അതിന് കേരളം തന്നെ മുന്നോട്ട്, ബിക്കോസ് ഇന്ന് ഇന്ത്യയിലെ ഒരു സ്പേസിന് അത് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റേറ്റ് ആണ്, നമ്മുടെ ഓഡിയൻസിനാണ്, നമ്മുടെ ഇൻഡസ്ട്രിക്കാണ് എന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ നമ്മളിത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് പറയാൻ പറ്റുന്നതും അത് ഈ സ്പേസ് ആയതുകൊണ്ടാണ്. വേറെ ഏത് ഇൻഡസ്ട്രിയിൽ പറഞ്ഞാലും ഞാൻ ഇവിടെ ഇരുന്ന് മനുഷ്യനടുത്ത് സംസാരിക്കുന്ന പോലും ഉണ്ടാവില്ല. അങ്ങനെ അവര് തേച്ചു മാറ്റി കളയും. ഇവിടെ അത് ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദിസ് പ്ലേസ്. ആൻഡ് ഐ എം ഗ്ലാഡ് ടു ബി അലൈവ് ആൻഡ് കിക്കിംഗ് അറ്റ് ദിസ് പോയിന്റ്. I'm glad that I am here to see all of this. Lot of gratitude. And എന്താ പറയാ, like I said, no regrets. Lot of gratitude. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ചേഞ്ചിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. ആസ് മച്ച് ആസ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ആൻഡ് ഒറ്റപ്പെടുത്തലുകളും എന്താ പറയാ അറ്റാക്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഐ ഫീൽ അലൈവ് to stand in the middle of this. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ഇപ്പൊ ഈ ഫീമെയിൽ ആക്ടേഴ്സ്, ഞാൻ പല മെയിൽ ഫീമെയിൽ ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ റിമയോട് എനിക്ക് തോന്നുന്നത് ഒരു 2016 മറ്റേ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു കരിയർ പ്ലാനിങ്ങിനെ കുറിച്ച് ജനറലി ചോദിക്കുന്ന സമയത്ത്. അപ്പൊ എപ്പോഴും ഒരു ഫീമെയിൽ ആക്ടറിനെ സംബന്ധിച്ചോളം കരിയർ പ്ലാനിങ് അവരുടെ കയ്യിൽ മാത്രം നിൽക്കില്ല. കാരണം വെച്ചാൽ അതേസമയത്ത് തന്നെ ഇവിടുത്തെ മെയിൽ ലീഡിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ചോയ്സസ് ഉണ്ട്, ഇതുണ്ട്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ടാലന്റ് പൂൾ പോലെയാണ്, ഗംഭീരമായിട്ടുള്ള ഫീമെയിൽ ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് എവിടെയോ സ്റ്റീരിയോടിപ്പിക്കൽ ആവണ്ട എന്ന് തീരുമാനിച്ചാൽ അവരിലേക്ക് പിന്നെ കോള് വരില്ല, റോൾസ് വരില്ല എന്നുള്ള സിനാരിയോ ഉണ്ടല്ലോ. ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം WCCക്ക് പുറത്ത് പോലും നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഫ്രറ്റേണിറ്റിയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടല്ലോ. എന്താണ് ഈ പറയുന്ന, വെറുതെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ലോക അടക്കമുള്ള സിനിമ കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ ഒരു കളക്റ്റീവ്, നേരത്തെ ഈ സിനിമ ഒരു കളക്റ്റീവ് ആവുന്നതല്ല, എന്താണ് ഈ പറയുന്ന, അതെങ്ങനെയായിരിക്കും മറികടക്കാൻ പോകുന്നത്? ഈ പറയുന്ന നമ്മളുടെ ഒരു ഗംഭീര പവർ ഹൗസ് ആയിട്ടുള്ള ഫീമെയിൽ ആക്ടേഴ്സ് എങ്ങനെയായിരിക്കും ഇതിനെ മറികടക്കാൻ പോകുന്നത്? ഇപ്പൊ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഇത്രയും കാലമായിട്ട് മെയിൽ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് മിമിക് ചെയ്യാൻ നോക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വിച്ച് ഇസ് primarily designing their own projects, which kind of mimic the success stories that are already prevalent here. പക്ഷെ അതാണോ എന്ന് എനിക്ക് അറിയില്ല, അതാണോ നമ്മൾ ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മെയിൽ ലീഡിന്റെ സക്സസ് ഫോർമുല ഇപ്പുറത്ത് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം, ബിക്കോസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് വർക്ക് ആവും എന്നറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പുറത്തുനിന്ന് ചെയ്തു. അതല്ലാന്ന് തോന്നുന്നു നമ്മൾ ചെയ്യേണ്ടത്. അത് വർക്ക് ആവുന്നുണ്ട്, ഓക്കെ, ലെറ്റ് us build whatever audience base with that formula. But when we have the kind of space and platform that we are asking for, അവിടെ നിന്നും പുഷ് ചെയ്യണം എന്ന് തോന്നുന്നു എനിക്ക്. അവിടെ നിന്നും മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ആയിരിക്കും നമ്മുടെ ഓർഗാനിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് വരേണ്ടത് എന്നുള്ളത് സംഭവിക്കുക അവിടെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്തിയിട്ടില്ല കേട്ടോ അവിടെ, നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നുള്ളൂ ആ സ്പേസ് എന്താണെന്നുള്ളത്. പക്ഷെ ഇന്ന് ഇത്രയും കാലമായിട്ട് നമ്മൾ മെയിൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞതെല്ലാം തിരിച്ച് ഇപ്പുറത്തുനിന്ന് പറഞ്ഞാൽ തന്നെയായി നമുക്കൊരു ലോഡ് കാര്യം പറയാനായിട്ട്. അത്രയും കഥകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതേ സിനാരിയോസിൽ സ്ത്രീകൾ ഉണ്ടാവാൻ ഉള്ള ഒരു സൊസൈറ്റൽ സ്പേസിലേക്കും കൾച്ചറലിയും നമ്മൾ ഇപ്പോഴും വളരുന്നുള്ളൂ. അതായത് സ്ത്രീകൾ വീടിന്റെ പുറത്ത് കടന്ന് പല സിറ്റുവേഷനിൽ അവരെ കണ്ട് അതിന്റെ എന്താണ് എക്സ്പീരിയൻസസ് എന്നുള്ളത് ഉണ്ടായി വരണല്ലോ. അതും ഇപ്പോഴല്ലേ സംഭവിക്കുന്നുള്ളൂ. പുറത്തും സിനിമയുടെ ഉള്ളിൽ സംഭവിക്കണമെങ്കിൽ ഇത് പുറത്തും സംഭവിച്ച് അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഇത് ഫുൾ ഇമാജിനേഷൻ ഉണ്ടാക്കുകയാണല്ലോ. ഇപ്പൊ കില്ലിംഗ് ഈവ് എന്ന് പറഞ്ഞിട്ടൊരു ഫിബിയുടെ അതില് നമുക്ക് ഷീസ് വെരി എന്താ പറയാ ഫോഴ്സ്ഫുള്ളി put women characters wherever there will be men characters in that. അതിൽ കണ്ടിട്ടില്ലേ ഒരു സീനിൽ ഫുൾ പെണ്ണുങ്ങളും ഒരാണ് ഹൂസ് മറ്റേ നമ്മള് സ്ത്രീകളെ യൂഷ്വലി പ്ലേസ് ചെയ്യുന്ന ഒട്ടും ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു അസിസ്റ്റന്റ് റോളില് ഒരാണ്, ബാക്കി എല്ലാ ഇമ്പോർട്ടന്റ് റോൾസും സ്ത്രീ. ലൈക് ഷീസ് ഫോഴ്സ്ഫുള്ളി ചേഞ്ച് ദാറ്റ് നറേറ്റീവ് ഇൻ ദാറ്റ്. ബട്ട് ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ ആലോചിക്കുകയാണ്, പക്ഷെ അയ്യോ
അപ്പൊ ഞാൻ അല്ലെങ്കിൽ അയ്യോ അപ്പൊ ഞാൻ എന്ത് ബയസ്ഡ്, എന്റെ ഉള്ളിൽ ആ കണ്ടീഷനിങ് ഉണ്ട്. കണ്ടീഷനിങ് ഉണ്ട്. അതെ, അപ്പൊ ആ നമ്മൾ കണ്ട് കണ്ടീഷൻഡ് ആണ്. കണ്ടീഷൻഡ് ആണ്. അപ്പൊ ഞാൻ എന്നെനിക്ക് തന്നെ തോന്നാൻ, ലൈക്ക് എനിക്ക് തന്നെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അപ്പൊ ആ വിഷ്വൽ തന്നെ മാറണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹവും. ഐ തിങ്ക് അവിടേക്കാണ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യേണ്ടത്. ഇൻ ഓൾ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഓഫ് ലൈഫ്, ഓഫ് എ വുമൻസ് ലൈഫ്. ഇപ്പൊ നമ്മള് സ്ത്രീ എന്ന് പറയുമ്പോ അപ്പൊ തന്നെ ഏറ്റവും എന്താ പറയാ, അവരുടെ സ്ട്രഗിൾസ് നമ്മൾ അവിടെ ഒതുക്കാണ് ഇവരെ. നമ്മുടെ വളരെ മീൻ ആയിട്ടുള്ള, അതെനിക്ക് കൊറിയൻ ഫിലിംസിൽ പോലും ഇപ്പൊ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ത്രീകളെ കാണും. വെരി ഈവിൾ, വെരി മറ്റേ ഉള്ളിൽ ഭയങ്കര സ്കീമിങ് ആയിട്ടുള്ള, ബിക്കോസ് അങ്ങനത്തെ സ്ത്രീകളുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, വേറൊരു റേഞ്ച് ഓഫ് ഇമോഷൻസ് എടുക്കുകയാണല്ലോ അങ്ങോട്ടെല്ലാം. ഇത് അപ്പോഴാണ് ഒരു ആർട്ടിസ്റ്റിനും എന്തെങ്കിലും ചെയ്യാനുള്ളൂ. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മളൊരു ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുമ്പോ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിന്റെ ഒരു എന്താ പറയാ, ഒരു റീൽ കാണായിരുന്നു ഞാനിങ്ങനെ, ഓൾ ഹിസ് റോൾസ്, ഹീസ് ഡൺ എവറിത്തിങ് പോസിബിൾ ടു മാൻകൈൻഡ്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ബിക്കോസ് ഹീസ് ഗോട്ട്, ലൈക്ക് യു നോ, ഹീസ് ഗിവൺ ദാറ്റ് ചാൻസ് ഓൾസോ. ലെറ്റ് us give ഉർവശി ചേച്ചി ഓൾസോ ദാറ്റ് ചാൻസ് എന്നുള്ളതാണ്. എല്ലാതും എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസസ് സ്ത്രീകൾക്കും കൂടെ ഉണ്ടാവണം തോന്നുന്നു, ഫോർ ഗ്രേറ്റ് വർക്ക്സ് ടു കം ഔട്ട്, ഗ്രേറ്റ് ആർട്ടിസ്ട്രി ടു കം ഔട്ട്. നമുക്ക് ചാൻസ് വേണമല്ലോ. റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് റിഫ്ലക്ട് ആവുന്നില്ല. അത് ഒരു വളരെ മെയിൽ സൈഡ് പെർസ്പെക്റ്റീവ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ സ്ട്രഗിൾസ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടണം, എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവണമെങ്കിൽ, അതായത് എല്ലാത്തിലും ഇവളുടെ വെർജിനിറ്റി മാത്രമാണ് ഇഷ്യൂ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല സ്ത്രീക്ക്. ഇവളുടെ വെർജിനിറ്റി പോകുന്നത് അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് ഇവർ തിരിച്ചു വന്ന് ഫൈറ്റ് ചെയ്യും. I'm not saying it's not important. I'm saying that cannot be the only thing that you're going to explore about a woman's, you know, നമ്മളൊരു 360 ഡിഗ്രിയിൽ ഇതിനെ കാണുമ്പോൾ വേറെ എന്തൊക്കെ സ്പെക്ട്രംസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങോട്ട് പോവാൻ ഐ തിങ്ക് വിമൻ ഷുഡ് ബി ദെയർ ഇൻ ദ റൈറ്റിംഗ് ടേബിൾ, ഓൺ യുനോ, ഇപ്പുറത്തെ സൈഡിൽ ബിഹൈൻഡ് ദ സീൻസിലും കൂടെ സ്ത്രീകൾ വരുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. I think that Loka is showing that, you know, Anjali and Geetu, so many people have proved it. And I think our writing table കൂടുതൽ സ്ത്രീകൾ വരിക എന്നുള്ളത് it will change things here. ശാന്തി അങ്ങനെ ഒരു സിഗ്നിഫിക്കന്റ് ഇതായിട്ട് കൂടി അപ്പൊ തോന്നുന്നു. ഡെഫിനറ്റ്ലി. ആൻഡ് എപ്പോഴും ഭയങ്കര ആർട്ടിക്കുലേറ്റ് ആണ് ശാന്തി. ഇതിന് മുന്നേ ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ക്ലിയർ ആണ്. her thoughts are so defined. ഇതിന് പുറത്ത് വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് എഴുതി പഠിച്ചിട്ട് വരുന്ന പോലെ അത്ര ഡിഫൈൻഡ് ആയിട്ടല്ലേ സംസാരിക്കുക ശാന്തി. അപ്പൊ അങ്ങനെ ക്ലാരിറ്റി ഉള്ള, അത്ര തന്നെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ രതീനയുടെ പാതിരാത്രി പുറത്ത് വരികയാണ്. അപ്പൊ ലൈക്ക് യു നോ, ഐ ഹാവ് സീൻ ഹൗ പാഷനേറ്റ് ഷീ ഈസ് അബൌട്ട് സിനിമ. വേറെ ഒന്നും സംസാരിക്കില്ല, ഫുൾ ടൈം സിനിമ. അപ്പൊ അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ട്, യുനോ. പക്ഷെ ഇപ്പൊ ഐ തിങ്ക് ഈവൻ ഷീ വാസ് റിയലി, എന്താ പറയാ, ഡിജക്റ്റഡ് ദാറ്റ് ഒരു ആഫ്റ്റർ ഒരു പുഴു കഴിഞ്ഞിട്ട് ആളെ വിശ്വസിക്കാനും അടുത്തൊരു പടം നടക്കാനും ഇത്രയും, വേറെ ഒരു പടം പൊട്ടിയാൽ പോലും അടുത്ത പടം ഓണാവും ഫോർ എ മെയിൽ ഡയറക്ടർ. ഇഫ് യു ഹാവ് സീൻ ഇറ്റ്, ദാറ്റ് ഈസ്, ഐ ഡോണ്ട് നോ, ആ ഒരു നമ്മളെ വിശ്വസിക്കാനുള്ള ആ ഒരു വിമുഖത അത് മാറണം. അത് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു കം ഫോർവേഡ് ആൻഡ് ഡെലിവർ എന്ന് എനിക്ക് തോന്നുന്നു. ട്രസ്റ്റ് അസ് എന്നുള്ളത്. ഈ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ ഇപ്പം റിമയുടെ ജേർണിയെ കാണുന്ന സമയത്ത് റിമ ഒരു പെർഫോമർ ആയിട്ടാണ് വരുന്നത്. അവിടെ തന്നെ ഒരു ഫിലിം ആക്ടർ എന്നുള്ള രീതിയിൽ കൂടി ഒരു ഇതിലേക്ക് സ്വിച്ച് ചെയ്യാണ്. പക്ഷെ ഈ രണ്ട് ജേർണിയും ഒന്നിച്ചു പോകുന്നുണ്ട്. റിമയുടെ ഒരു നേരത്തെ പറഞ്ഞ ഒരു ഏറ്റവും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണ് പെർഫോമൻസിന് റിമ ഡിഫൈൻ ചെയ്യുന്നത്? ഇപ്പം ഞാൻ നെയ്ത്തിന്റെ ഇത് കാണുന്ന സമയത്ത് റിമ അതിൽ എല്ലാ നിലയ്ക്കും എല്ലാ ലെയറിലും വർക്ക് ചെയ്യാണ്. ഇപ്പം തിയേറ്റർ എന്ന് പറയുന്നത് സിനിമയുടെ കാര്യം വരുമ്പോൾ അതിലൊരു ആക്ടർ എന്നുള്ളൊരു സോണിലാണ് പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു പേഴ്സണലി അങ്ങനെ ഒരു തുടങ്ങിയത് അവിടെ നിന്ന് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മനീഷ്. എനിക്ക് ഈ പറയുന്ന പോലെ എൻ്റെ ഇവിടെ നടക്കുന്ന എല്ലാ ഫൈറ്റ്സിൻ്റെയും തുടക്കം ഈ പറയുന്ന പോലെ ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൾച്ചറൽ ടീമിൻ്റെ കോറിയോഗ്രാഫറായിട്ടാണ് മയൂരി എന്ന് പറഞ്ഞ ഒരു കോറിയോഗ്രാഫർ വരുന്നു. അന്ന് കോറിയോഗ്രഫി ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആൾ എൻ്റെ അടുത്ത് വളരെ റാൻഡം ആയിട്ട് പറയാണ്, ഇഫ് യു വോണ്ട് ടു ടേക്ക് അപ്പ് ഡാൻസ് സീരിയസ്ലി
കോൾ മീ എന്ന് പറഞ്ഞിട്ട് ഷി ഗേവ് ഹർ നമ്പർ. പക്ഷെ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസിൽ വരുന്നുണ്ടല്ലോ. ഡാൻസ് അത് ഞാൻ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രൊഫഷണലി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ഞാനത് സെക്കൻഡ് ഇയർ ആണ് ഞാനപ്പോൾ. ഞാൻ തേർഡ് ഇയറും കഴിഞ്ഞ് പിന്നിട്ടാണ് ഞാൻ കാറ്റ് കോച്ചിങ്ങിന് പോയിരിക്കുക രാവിലെ 7 മണിക്ക്. എനിക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് ഐ വാസ് ലൈക്ക് ഓക്കെ. സെക്കൻഡ് ഡേ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി, ഐ കോൾഡ് മയൂരി ആൻഡ് ഐ വാസ് ലൈക്ക് ഐ വുഡ് വാണ്ട് ടു എക്സ്പ്ലോർ ദിസ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ വീട്ടിൽ പറയണത്. അപ്പം എൻ്റെ ഫാമിലിയിൽ ആരുമില്ല ലൈക്ക് ഇൻ ദ ആർട്ട് ഫീൽഡിലോ, സിനിമ പോയിട്ട് ആർട്ട് ഫീൽഡിൽ പോലും ആരില്ല. അങ്ങനെ ഇവർക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്താ പറയുന്നതെന്ന്. ആദ്യം they were really worried for me. ലൈക്ക് അന്ന് എനിക്ക് അവർ സമ്മതിച്ചില്ല എന്നൊക്കെയാ തോന്നണേ. ഇന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവർ ഇവളെന്താണ് ഈ കാണിക്കുന്നതെന്നുള്ള മൂഡായിരുന്നു. അതെ. സോ ബട്ട് ദെൻ അറ്റ് വൺ പോയിന്റ് they were like okay, നീ പോയിട്ട് വാ, നീ നോക്ക്. അപ്പൊ എന്താ വെച്ചാൽ രാവിലെ 6 മണിക്ക് എന്തോ എനിക്ക് പോണം. എന്റെ 2 ബസ് പിടിച്ച് പോണം അങ്ങോട്ട് എത്താനായിട്ട്. ഒരറ്റത്തുനിന്ന് മറ്റത്തേക്ക് പോണം സ്റ്റുഡിയോയിലേക്ക്. അപ്പൊ അച്ഛനാ പിന്നെ ഇവിടെ അല്ല 6 മണിക്ക് എനിക്ക് പോയത് തന്നെ എന്നുള്ള അച്ഛൻ ഞാൻ തന്നെ നിർത്തിക്കോളും എന്നുള്ളതായിരുന്നു തോന്നുന്നു അവരുടെ ഒരു ഉദ്ദേശം. പക്ഷെ ഞാൻ ഐ റിയലി ഫൗണ്ട് മൈസെൽഫ് ഓൺ ദ ഫ്ലോർ. ലൈക്ക് അങ്ങനെ ഞാൻ ഐ വാസ് സോ ലൈക്ക് അവളെ എനിക്ക് പോകണം. എനിക്ക് അങ്ങനെയായിരുന്നു ഫുൾ. അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 6 മണിക്കൂർ എല്ലാ ദിവസവും ട്രെയിൻ ചെയ്യും. ഞങ്ങൾ മാർഷൽ ആർട്സ് ചെയ്യും, ചാവ് ചെയ്യും, കളറി ചെയ്യും, സ്ട്രെങ്ത് ട്രെയിൻ. എന്നിട്ട് നമ്മൾ റിഹേഴ്സൽസ് ചെയ്യും, നമ്മൾ ക്രിയേറ്റ് ചെയ്യും എല്ലാ ദിവസവും. അത് കഴിഞ്ഞ് ഞാൻ ജേർണലിസം പഠിച്ചതുകൊണ്ട് ടീമിന്റെ PR ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നത്. സോ വി ആർ വർക്കിംഗ്, ദെൻ വി ആർ ട്രാവലിംഗ്. ഞാൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ ഐ ടുക്ക് മൈ പാസ്പോർട്ട് ആൻഡ് വി ട്രാവൽ ടു സിംഗപ്പൂർ. ഞങ്ങൾ അവിടെ എസ്പ്ലനേഡിൽ പെർഫോം ചെയ്യുന്നു. വി വെൻ ടു ലണ്ടൻ, ഇന്ത്യ നൗ ഫെസ്റ്റിവലിൽ ഞങ്ങൾ ട്രഫാൽഗർ സ്ക്വയറിൽ പെർഫോം ചെയ്യുന്നു. MF ഹുസൈൻ കാണാൻ വരുന്നു. ഞങ്ങൾ പെർഫോം ചെയ്യുന്ന സ്ഥലത്ത് ഇന്ത്യൻ ഓഷ്യൻ പെർഫോം ചെയ്യുന്നു. അപ്പം ഞങ്ങൾ പല നല്ല ആർട്ടിസ്റ്റുകളെ കാണുന്നു. പിന്നെ നോ ലുക്കിംഗ് ബാക്ക്. എനിക്ക് വേറെ ഒന്നും ചെയ്ത് ജീവിക്കാൻ പറ്റില്ല ഇപ്പോഴും. ഇവരൊക്കെ എന്നെ പുറത്താക്കിയിട്ട് എന്താ കാര്യം? എനിക്ക് വേറെ പണി അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒക്കെ തന്നെ കറങ്ങി നടക്കും. എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കിക്കില്ലാണ്ട് എനിക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് മൈ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മീ. അപ്പൊ ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യും ഞാൻ. സോ അവിടെ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഞാൻ തക്കദിമി ചെയ്യുന്നത്, മിസ് കേരള ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ വനിതേരെ കവർ ചെയ്തിട്ടാണ് ശ്യാം സാറും ലാൽ സാറും ഒക്കെ എന്നെ ഓഡിഷന് വിളിക്കുന്നത്. സോ ഞാൻ ഒരു ദിവസം പോലും വേറൊരു ജോലി ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് പേ ചെക്ക് 1000 രൂപയാണ്. പേ ചെക്ക് ഇൻ ദ സെൻസ് ഞങ്ങൾ കൾച്ചറൽ ടീമായിട്ട് പെർഫോം ചെയ്യാൻ പോകുമ്പോൾ ബാംഗ്ലൂർ ഭയങ്കര വലിയ ക്യാഷ് പ്രൈസസാ. ഞാൻ വീട്ടിൽ നിന്നൊന്നും കാശേ മേടിക്കില്ലായിരുന്നു. ബിക്കോസ് എന്റെ പോക്കറ്റ് മണി എനിക്ക് എപ്പോഴും ആർട്ടിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത്ര പണ്ട് തൊട്ടിട്ടേ ഇതാണ് എന്റെ പരിപാടി. എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഇല്ല, ഇതാണ് ഇതേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ എനിക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ ആ ഒരു 10 years ഓഫ് ഒരു ഋതു ടു ഒരു സമയത്ത് 10 വർഷം കുറച്ചു കാലം ഞാൻ സ്റ്റേജ് എനിക്ക് അത്ര സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ എനിക്കിന്ന് വിഷമമുള്ളൂ. ഐ ഷുഡന്റ് ഹാവ് ലെറ്റ് ദാറ്റ് ഗോ. ബിക്കോസ് ശോഭൻ ചേച്ചിയൊക്കെ പറയും, ഞാനൊരു ഇന്റർവ്യൂല് കണ്ടു, ഞാൻ ഇന്നലെ ശോഭൻ ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട് വരിക, എത്ര കൊല്ലമായി അവർ ആ സ്റ്റേജിന് അങ്ങനെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റെ സൈഡിൽ നിന്നുള്ള തെറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു 10 വർഷം ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. അല്ലാത്ത സമയത്തൊക്കെ ഡാൻസ് എന്റെ കൂടെ ഉണ്ട്. അപ്പൊ അതില് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി, വേറെ ആരും വേണ്ട. നമുക്ക് ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാം, ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാം. അതിന്റെ ഒരു you have control over your medium completely. Here you are a tool at the end of the day, but that is another high altogether, because you are trying to understand another human being's vision and trying to encapsulate what is written on a paper, and like that is another journey altogether. രണ്ട് തരം പ്രോസസ് ആണ്. പക്ഷെ രണ്ടും പൊളിയാണ്. ഇപ്പൊ ഈ ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറയുന്നൊരു കണ്ടംപററി ഡാൻസിന്റെ ഈ ജേർണിയിലൊക്കെ പോകുമ്പോൾ അത് വേറെ, അതൊരു ടീം, അതിലൊരു കളക്റ്റീവിന്റെ പാർട്ടായിട്ട് പോവാണ്. ഇപ്പൊ സിനിമ ഇപ്പൊ ഋതു മുതൽ അഭിനയിച്ചു നോക്കുമ്പോൾ ഓരോ സിനിമയും പുതിയ ടീമാണ്, പുതിയ സെറ്റാണ്, പുതിയ ചിട്ടകളാണ്, പുതിയ ശീലങ്ങളാണ്. അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ആ സെറ്റിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം, എങ്ങനെ കണ്ടീഷൻ ചെയ്യണം എന്നുള്ളത് പുതിയ ഇതാണല്ലോ. അതിന് ശരിക്കും വേറെ തന്നെ ഒരു റൂൾ ബുക്കിലായിരിക്കുമല്ലോ ഓരോന്നും ചെയ്യുന്നത്.
അവിടെ ഡിപ്ലോമസി വേണ്ടി വരും, Yes. ചിലതിനോട് ചേർന്ന് നിൽക്കേണ്ടി വരും, ചിലതിനെ അംഗീകരിക്കാതിരിക്കേണ്ടി വരും, Yes. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പം സിനിമയുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഉം. ഓരോ സിനിമയും ഇത് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നോ? ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ഹോണസ്റ്റ് നമ്മൾക്ക് നമ്മളുടെ ഒരു ഉള്ളിലുള്ള ഒരാളോട് നീതി പുലർത്തി ഓരോ സമയത്തും പോവുക എന്നുള്ളത്. യെസ്, അത് പക്ഷെ ഐ ഹാവ് ഓൾവേസ് ബിൻ ട്രൂ ടു മൈ സെൽഫ്. അതല്ലാതെ ഒരു എക്സിസ്റ്റൻസ് എനിക്ക് പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. എനിക്ക് അത്രയും ഫേക്ക് കളിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഫേക്ക് കളിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ അത് പക്ഷെ ആളുകളെ ഹേർട്ട് ചെയ്യാതിരിക്കാനായിരിക്കും കൂടുതലും ചെയ്തിട്ടുണ്ടാവുക. അല്ലാത്ത സമയത്ത് എല്ലാം പറഞ്ഞ് പണി വാങ്ങിയിട്ടുള്ള ആൾ എല്ലാം പണി വാങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. എനിക്ക് പണിയെടുക്കാൻ വയ്യ. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈക്ക് ഇഫ് ഐ ഹാവ് ടു പുട്ട് അപ്പ് an act of being the star or a celebrity or an actor, അതിലെനിക്ക് that is tiresome for me. എനിക്ക് അതിനേക്കാളും this is it, this is who you. പക്ഷെ on a film set for something to happen I will compromise on anything. Like if we are doing a work together, ഇത്രയും മനുഷ്യർ ഒരുമിച്ച് വന്ന് നിൽക്കുവാണ്, ഒരു സംഭവം, അതിൽ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്തരം ആൾക്കാരുടെ സമയമാണ്, അവരുടെ ടാലന്റ് ആണ്, ക്രാഫ്റ്റ് ആണ്. അവിടെ നമുക്ക് ഒരു കാര്യം സംഭവിപ്പിക്കാനായിട്ട് ഇപ്പൊ ഞാൻ എന്തെങ്കിലും വിട്ടുവെച്ച്, ഐ മീൻ ഇൻ ദ സെൻസ് നോട്ട് ഓൺ അനദർ സെൻസ്, പക്ഷെ ഇപ്പൊ എന്റെ ബുദ്ധിമുട്ട് അങ്ങനെ അത് എനിക്കൊരു വിഷയമല്ല. അതല്ലാതെ നമ്മുടെ ഒരു സ്പേസ്, റെസ്പെക്ട്, ബേസിക് റെസ്പെക്ട് ഞാൻ എന്നും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അത് എല്ലാ മനുഷ്യരും ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ചോദിക്കാൻ ഒരു മടിയും ഞാൻ എവിടെയും കാണിച്ചിട്ടില്ല. അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷെ ഐ തിങ്ക് ഒരു കാര്യം ഞാൻ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ഞാൻ ഒരു ക്യാരക്ടറിനെ കാണുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി വാശി പിടിക്കുമായിരുന്നു. ഞാനിതിന് ബിക്കോസ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ മാത്രമല്ല, ഞാൻ ആ ക്യാരക്ടറിനെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ ഇപ്പൊ ഞാൻ സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു അതും സിംഗിൾ ടേക്കാണ്, അത് ഒറ്റ സൈഡിലല്ലേ. അപ്പൊ പറഞ്ഞു എനിക്ക് ശരിക്കും തല്ലിവിടുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. എനിക്ക് in real life also I know I would cry, and in that film if you know I'm PMSing, right? അത് ലാസ്റ്റ് ആവുമ്പോൾ periods ആവുന്നത്. അപ്പൊ PMSing ആവുമ്പോൾ ഒരു പെൺകുട്ടി കരയുമല്ലോ, അല്ലെങ്കിൽ you are emotionally very very vulnerable. അപ്പൊ എനിക്ക് കരയണം. അപ്പൊ ഇല്ല, she won't cry, she is fed up of this guy, she won't cry. അപ്പൊ ഞാൻ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. No, she will not cry. ക്യാരക്ടർ കരയില്ല. അപ്പൊ പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇടി കൂടിയാണ് അവിടെ നിന്നിട്ട്. ഇന്ന് ഞാൻ അത് ചെയ്യില്ല. I think that's one thing I've learned from Ashik. Because I think Ashik had that freedom to tell me that, you know, stick to your lane. That is not your job. As an artist, this is what you should do. ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ ശരി എന്ന് പറഞ്ഞ് വിടുമായിരിക്കും. പക്ഷെ he sat me down and told me, no, you should listen to the director. It is his vision. And I think that is something I've changed in my journey. ഒരു കാര്യം ഉണ്ടല്ലോ, ഇപ്പം റിമ തന്നെ ഞാൻ ഇന്റർവ്യൂ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ചെറുകൊടിഞ്ഞിങ്ങനെ ആവുകളുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം ആഷിഖിന്റെ നെയിം ഡ്രോപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞാണ്, അതായത് ആഷിഖും റിമയുടെയും വിവാഹം കഴിയുന്നു, ഭയങ്കര രസമുള്ള ഒരു സാധനമായിട്ടാണ് ഇവിടെ വരുന്നത്. അതേസമയം തന്നെ ആഷിഖിനോട് ആരും ഇനി സിനിമ ചെയ്യുന്നുണ്ടോന്ന് ചോദിക്കുന്നില്ല, റിമയോട് അത് ചോദിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഈ ഒരു ഫീമെയിൽ ആക്ടറുടെ കരിയറിനെ മറ്റുള്ളവർ ഡിഫൈൻ ചെയ്യുന്ന, ഇനി അയാൾ സിനിമ ചെയ്യില്ല, ഇനി അയാളോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ആ പോയിന്റ് ശരിക്കും റിമയെ ഒരു പരിധി കഴിഞ്ഞിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ? എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട് അത്. അതായത് ഈ പറയുന്ന എന്തിന് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് മീഡിയയിൽ ആരോ ചോദിച്ചത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഇവന്റിന് പോയപ്പോൾ റിമ മതം മാറുമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ ഞാൻ ഈ ഉള്ള മതം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കാണ് ഇത് മാറും വേണോന്ന് ഞാൻ ചോദിച്ചത്. ലൈക്ക് അപ്പോ there are these expectations that come with getting married, of being a woman in society. അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇൻവിസിബിൾ ആയിട്ട് ഉണ്ട്. അതില്ലാന്ന് നമ്മൾ പറയുന്നത് ഭയങ്കര ട്രിവ്യലൈസ് ചെയ്യാണ് നമ്മൾ. അത് വലിയൊരു ഇഷ്യൂ ആണ് അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ എപ്പോഴും ബോക്സ് ചെയ്യപ്പെടുന്നുണ്ട്. അതില്ല. അപ്പൊ എന്നിട്ട് അവർ ആരെങ്കിലും ഒരാള് ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കരീന കപൂർ ചെയ്യുന്നില്ലേ,
യെസ്, കരീന കപൂർ ചെയ്യുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ അത് പ്രിവേലന്റ് ആണ്. ആ സിറ്റുവേഷൻസും ആ കണ്ടീഷനിങ്ങും ആ എക്സ്പെക്ടേഷൻസും സ്റ്റീരിയോ ടൈപ്പിങ്ങും ഇപ്പോഴും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഇതിനെ കുറിച്ച് സംസാരിച്ച സമയം കളയുന്നത്? ഞങ്ങൾക്ക് പോയി പണിയെടുത്ത് ജീവിച്ചാൽ പോരെ. ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വോണ്ട് ടു ഡു. ഐ ഡോണ്ട് വാണ്ട് ബി ഫൈറ്റിംഗ് അബൌട്ട് ദിസ് എല്ലാ ദിവസവും. എനിക്കിതൊന്നും ചെയ്യണ്ട. നമുക്ക് നമ്മുടെ പണി ചെയ്താൽ എനിക്ക് എന്റെ ഹാപ്പിനെസ് മൊത്തം അവിടെയാ. പക്ഷെ ഇത് നമ്മൾ ചെയ്യേണ്ട വരുന്നോണ്ടാണല്ലോ നമ്മൾ അതിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുണ്ട് അതെന്നെ വളരെ സ്ട്രോങ് ആയിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ ബിക്കോസ് ആഷിഖ് ഇസ് ഓൾസോ ഫ്രം ദിസ് ഇൻഡസ്ട്രി ആൻഡ് ഹി ഈസ് ഓൾസോ ഡയറക്ടർ പ്രൊഡ്യൂസർ ആണ്, ഇൻ എ പവർഫുൾ സിറ്റുവേഷൻ ദേ പുട്ട് യു ഇൻ ദാറ്റ് ബോക്സ് ഓൾസോ. ലൈക്ക് അവരുടെ കൂടെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എന്റെ അടുത്ത് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം, നിങ്ങൾ പുറത്ത് പടം ചെയ്യൂ. പുറത്തോ? ഇൻഹൗസ് പടങ്ങൾ ഇത് നമ്മുടെ ഇതല്ല എന്റെ ഇൻഡസ്ട്രി, ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഓർമ്മയില്ലേ എന്നുള്ള പോയിന്റില്ല ഞാൻ നിൽക്കണേ. അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. എന്റെ ഐഡന്റിറ്റി ഡൈല്യൂട്ട് ആവുന്നത് എനിക്ക് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ബിക്കോസ് ഞാൻ ഇവിടെ ഒരു പെട്ടിയായിട്ട് വന്നതാ മനീഷിന്റെ ബാംഗ്ലൂരിൽ. എന്റെ പാരന്റ്സ് അവിടെയായിരുന്നു. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് അക്കാദമിക്ക് വരുന്നു, ഞാൻ ഒറ്റയ്ക്ക് മിസ് കേരളയ്ക്ക് വന്നു, എന്റെ ഫസ്റ്റ് ഓഡിഷന് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു, എന്റെ ഫസ്റ്റ് ഫിലിം ഷൂട്ടിന് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം എന്റെ നിങ്ങള് എനിക്ക് ഏജൻസി ഇല്ലാത്ത പോലെ സംസാരിക്കരുത്, അത് എന്നോട് സംസാരിക്കരുത്. ഇവൻ അന്ന് മീഡിയ എന്റെ അടുത്ത് വന്നിട്ട് വീണ്ടും വീണ്ടും ഈ അമ്മേനെ കുറിച്ചും ഇതൊക്കെ ചോദിക്കുമ്പോ ഞങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്ന മനുഷ്യരല്ല. ഞങ്ങൾ കൃത്യമായി ഇവിടെ എല്ലാം സംസാരിച്ച് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങള് യു ഡോണ്ട് ഹാവ് ടു പ്രോഡ് us. We will speak about it, but don't forget that it is we are also human beings. We are also artists here. We also want to thrive and create and have fun and chill at the end of the day. അത്രേ ഉള്ളൂ. ഒരു കാര്യമുള്ളതേ, ഇപ്പം ഈ തിയേറ്റർ അടക്കമുള്ള സിനിമ റിമ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഒരു കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും പറയാം, ഇപ്പൊ എല്ലാവരും കുറെ കൂടി പ്ലാനിങ് ഉള്ള ആളുകളാണല്ലോ. ഇപ്പം റിമ വന്ന സമയത്തെക്കാളും പക്വതയുള്ള അല്ലെങ്കിൽ പ്രായമൊക്കെ വേറെ രീതിയിലാണ്. ഇപ്പൊ നമ്മളെല്ലാം ഞാൻ അന്ന് റിമയോട് സംസാരിച്ച പ്രായത്തും പക്വതയല്ലായിരിക്കും ഇപ്പൊ എന്റേത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു കരിയർ ഡിസൈൻ എന്ന് പറയുന്ന സാധനം ഇപ്പൊ വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഓരോ ആക്ടേഴ്സും ചെയ്യുന്നത്. എനിക്കൊന്നത് അവരുടെ PR, സ്ട്രാറ്റജി, ആക്ടിവിറ്റി അതിനൊരു ഡിസൈൻ ഉള്ള രീതിയിലാണ്. നേരത്തെ പറയുന്നത് കഥ കേൾക്കുന്നു, സിനിമ ചെയ്യുന്നു, ചില സിനിമ ഹിറ്റ് ആവുന്നു, ചില സിനിമ ഫ്ലോപ്പ് ആവുന്നു, അത് കയ്യിലേ അല്ല. ഇപ്പൊ കുറച്ചെങ്കിലും കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ. പക്ഷെ സിനിമ എന്നുള്ള സ്പേസിൽ ലൈക്ക് ഐ ടോൾഡ് യു, അത് ഐ ഡോണ്ട് തിങ്ക് ആക്ടേഴ്സ് ഹാവ് എനി കൺട്രോൾ, സ്പെഷ്യലി ഫീമെയിൽ ആക്ടേഴ്സ് ഹാവ് എനി കൺട്രോൾ ഓവർ ദാറ്റ്. അതുകൊണ്ട് എനിക്ക് കൺട്രോൾ ഉള്ള സ്പേസിൽ ഞാനത് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് മാമാങ്കം ഓർ ആസ് എൻ്റെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ആസ് എൻ ആർട്ടിസ്റ്റ്. എനിക്ക് കൺട്രോൾ ചെയ്യാവുന്ന സ്പേസ് മാത്രമേ ഞാനിപ്പം വറീഡ് അല്ല, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. എൻ്റെ എനർജി ഞാൻ ഡൈവേർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ അറിയോ മനീഷ്, ലൈക്ക് എവ്രി അതർ ആർട്ടിസ്റ്റ് എല്ലാവർക്കും ആങ്സൈറ്റിയും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും, എവ്രിബഡി ഈസ് ഫ്രാസിൽഡ് ഓൾ ദ ടൈം ബിക്കോസ് ദേ ഹാവ് നോ കൺട്രോൾ ഓവർ ദിസ് ഇൻഡസ്ട്രി. എപ്പോഴും നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അത് അതെ, എനിക്ക് സമാധാനം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എനിക്ക് സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ കുറച്ച് റെസ്പെക്റ്റും കൂടെ വേണം, ബാക്കിയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ എനിക്ക് ഐ അണ്ടർസ്റ്റുഡ് ഞാൻ ദർ ഹാവ് ബീൻ വെരി ലോ ഫേസസ് ബിക്കോസ് ഈ കൺട്രോൾ, നമുക്ക് കൺട്രോൾ ഇല്ലാത്തൊരു സ്പേസിനെ കുറിച്ച് കംപ്ലീറ്റ്ലി എപ്പോഴും വറി ചെയ്തുകൊണ്ടിരുന്നിട്ട് ദർ ഇസ് നോ പോയിന്റ് എന്നൊരു പോയിന്റിൽ ഞാൻ you have to get bored of your own bullshit എന്ന് പറയില്ലേ. നമ്മളെ തന്നെ വിക്ടിമൈസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒരു പോയിന്റിൽ നമ്മൾ യു ഹാവ് ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് റിയാലിറ്റി എന്നിട്ട് നമ്മൾ പൊടിയൊക്കെ തെറ്റി എന്നുള്ള പോയിന്റിലേക്ക് എത്തേ നിവർത്തിയുള്ളൂ. അപ്പോ ഇവിടെ ഒരു കരിയർ പ്ലാൻ എന്നുള്ളതില്ല. ആഗ്രഹങ്ങളുണ്ട്, ഡ്രീംസ് ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ട് ഹോപ്സ് ഉണ്ട്. ആൻഡ് ഐ വിൽ വർക്ക് വിത്ത് everything I have because there's no other way I can exist എന്നുള്ളത് കൊണ്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എക്സ്പെക്ടേഷൻസ് അതിനെ ഞാൻ ഭയങ്കരമായിട്ട് ഇന്ന് മാനേജ് ചെയ്യുന്നുണ്ട്. എക്സ്പെക്ടേഷൻ മാനേജ് ചെയ്യുന്നു.
പക്ഷേ റിമ പറഞ്ഞ നേരത്തെ കണക്ട് ചെയ്യുകയാണ്, റിമ ഒരു പ്രിവിലേജ്ഡ് സ്പേസിൽ തന്നെയായിരുന്നല്ലോ. ഇപ്പം നിങ്ങൾക്ക് കോണ്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നു, ഉണ്ട് കോണ്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം ഉണ്ട് എന്ന് പറയുന്നിടത്തൊക്കെ ഞാൻ പറയുന്നത് ഇപ്പം ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്വഭാവത്തിലാണെങ്കിൽ പോലും ഈ ലോക പോലുള്ള പ്ലാനുകളൊക്കെ നിങ്ങൾക്ക് കൂടി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി അങ്ങനെ ഒരു കമേഴ്സ്യൽ ഞാൻ പറയുന്ന ഒരു ഈ ഷോ ബിസിനസിനെ ആ രീതിയിൽ കാറ്റർ ചെയ്യാവുന്ന പ്ലാനുകൾ നിങ്ങൾക്കും പോസിബിൾ ആയിരുന്നല്ലോ, പോസിബിൾ ആവുമല്ലോ, ആയിരുന്നല്ലോ, ആകുമല്ലോ. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഇപ്പൊ മാരേജ് കഴിഞ്ഞിട്ട് എന്റെ ഐഡന്റിറ്റി ഡൈല്യൂട്ട് ആവരുത് എന്നുള്ള പോലെ തന്നെ we should be very clear that OPM is Ashik's production house. അപ്പൊ അതും ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ. That is his vision and he wants to do films of that he believes it. അപ്പൊ ഞാൻ സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ദാറ്റ് ഇസ് ദ റൗട്ട് ഐ വുഡ് വാണ്ട് ടു ടേക്ക്. ഐ കാന്റ് ഫോഴ്സ് an Ashik to do that. അപ്പൊ അതെനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. ആൻഡ് ഐ വോണ്ട് ദോസ് ഐഡന്റിറ്റീസ് ടു ബി സെപ്പറേറ്റ് ഓൾസോ. ലൈക്ക് സിനിമ, അതെ ഞങ്ങൾ ഒരുമിച്ച് വന്നു, ഞങ്ങൾ രണ്ടുപേരും സിനിമയിലാണ്, ദാറ്റ്സ് ഇറ്റ്, അത്ര മതി, അത്രേ ഉള്ളൂ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആസ് ഹ്യൂമൻ ബീയിങ്സ്, ആസ് ആർട്ടിസ്റ്റ് ആൻഡ് ഹൗ വി സീ സിനിമ, എല്ലാ രീതിയിലും ഞങ്ങൾ ഭയങ്കര ഡിഫറെന്റ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പൊ തന്നെ ഇപ്പൊ ആഷിക് ഇസ് ലൈക്ക് ഭയങ്കര AI, ഭയങ്കര VFX, ലൈക്ക് ഈ സിനിമാറ്റോഗ്രഫി, അപ്പൊ അങ്ങനെ ക്യാമറ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടിട്ടേ ഇപ്പൊ ലൈക്ക് ഞങ്ങൾ ട്രാവലൊക്കെ ചെയ്യുമ്പോ ഒരു ലോഡ് സാധനം ഉണ്ടാവും ക്യാമറ, അത് ലൈക്ക് ഹി ലൈക്സ് എക്സ്പെരിമെന്റിങ് വിത്ത് ദാറ്റ്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് AI ഇപ്പോഴും ഭയങ്കര, ഞാൻ എപ്പോഴും പറയും ഞാൻ ഔട്ട്ഡേറ്റഡ് ആവാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവാണ്ടായിരിക്കും. ഞാൻ ഇപ്പോഴും മനുഷ്യര്, എനിക്ക് ഐ എം വെരി ഓൾഡ് സ്കൂൾ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങൾ ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ. അപ്പോ ഐ എം സെയിങ് യെസ്, ഐ ഡു ഹാവ് എ സർട്ടൻ പ്രിവിലേജ് ആസ് എൻ ആർട്ടിസ്റ്റ് ഹു ഹാസ് ബിൻ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ 15 years. ദാറ്റ് ഇസ് എ പ്രിവിലേജ്. ആ എക്സ്പീരിയൻസ് എത്ര, ബിക്കോസ് ഒരു സ്ത്രീക്ക് ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്പേസിൽ ഇന്നും എനിക്ക് എന്തോ ഒരു റെസ്പെക്ട് ഈ ഓഡിയൻസ് ഇന്നും എനിക്ക് തരുന്നുണ്ടെന്ന് എനിക്ക് എവിടെ പോകുമ്പോഴും എനിക്ക് ആ സ്നേഹം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഡെഫിനറ്റീവായിട്ട് നോക്കുന്നുണ്ട്. ഐ വുഡ് വാണ്ട് ടു മേക്ക് ഫിലിംസ് ഹിയർ, ടെൽ വിമൻ സ്റ്റോറീസ്, നോട്ട് സ്പെസിഫിക്കലി വിമൻ സ്റ്റോറീസ് അലോൺ, ബട്ട് സ്റ്റോറീസ് വെയർ വിമൻ ആർ ഓൾസോ റെപ്രസെന്റഡ്. അവരുടെ കഥകളും അവരുടെ ഇമോഷൻസും അവരുടെ എല്ലാ തരത്തിലുള്ള ക്വർക്സും വിയർഡ്നെസ്സും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന പുതിയ സിനിമകൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യെസ്, ആൻഡ് ഐ ആം വർക്കിംഗ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. സിനിമയിൽ നിന്ന് മാമാങ്കത്തിലേക്ക് തിരിച്ചു വന്നാൽ, മാമാങ്കം എനിക്ക് തോന്നുന്നത് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സമയത്ത് റിമ കല്ലിങ്കൽസ് ഡ്രീം എന്നായിരുന്നു എന്റെ ടാഗ്ലൈൻ. അതൊരു സമയത്ത് ഷട്ട് ഡൗൺ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ഈ നെയ്ത്തിലൂടെ തിരിച്ചു വരുന്നു. റിമ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ജോലി എന്താണെന്ന് പിന്നെയാണ് ചോദിക്കുന്നത്. അതിന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു ഇത്രയും മൾട്ടിപ്പിൾ ഇന്റർനാഷണൽ വെന്യൂസിൽ പോകുന്നു, മോസ്കോ, ബാഗ്ദാദ്, അതുപോലുള്ളൊരു സ്പേസിലേക്ക് പോകുന്നു, വേറൊരു തരം അപ്രീസിയേഷൻ കിട്ടുന്നു. ശരിക്കും അതിന്റെ ആ ഡ്രീമിന്റെ ഒരു തുടർച്ച എങ്ങനെയാണ് ആലോചിക്കുന്നത്? കാരണം സിനിമ കുറച്ചുകൂടി ഈ പറയുന്ന അൺസർട്ടനിറ്റി ഉണ്ട്, നമ്മുടെ വേറെ ഡിസിഷൻ ഉണ്ട്, അവിടെ കംപ്ലീറ്റ് കൺട്രോൾ ഉള്ള ഒരു ഏരിയ ആണ്. എനിക്ക് അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും 2-3 ജോലികൾ എടുത്തിട്ടാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു മന്തിന് വേണ്ട ഒരു സ്പേസിലേക്ക്, ഒരു എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ എല്ലാവരും പല പല ജോലികൾ എടുത്തിട്ടാണ്. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ആർട്ടിന്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, സിനിമയ്ക്ക് അത് പിന്നെയും ഉണ്ട്. വെൻ യു ആർ എ പെർഫോമർ, വെൻ യു ആർ എ ഡാൻസർ, സിംഗേഴ്സിന് പോലും അതുണ്ട് തോന്നുന്നു. വെൻ യു ആർ എ ഡാൻസർ, ഇപ്പൊ ഞാൻ തന്നെ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ എന്റെ ടീം ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ വേറെ ഒരു ലൈക്ക് ദേ നോട്ട് ബാക്ക് ഡാൻസേഴ്സ്, ലൈക്ക് എനിക്ക് ആ ടേം തന്നെ ഇഷ്ടമല്ല, ബാക്ക് ഡാൻസേഴ്സ്. ലൈക്ക് ആ വിഷ്വലി ഇവരെല്ലാവരും ഉണ്ടെങ്കിലേ അത് വർക്ക് ആവുള്ളൂ എന്നല്ല. ഇപ്പൊ എന്റെ പ്രൊഡക്ഷൻസിലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്നേക്കാളും ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് എൻ്റെ കൂടെ ഉള്ളത്. ലൈക്ക് വെരി വെരി സ്മാർട്ട്, ഇന്നത്തെ എനർജിയിലുള്ള ബ്രിമ്മിങ് വിത്ത് ഐഡിയാസ് ആൻഡ് റെഡി ടു വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. അപ്പോൾ അതിന് അവർക്ക് കിട്ടേണ്ട വാല്യൂ അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ ഒരു സ്പേസ്, അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് ഒരു ഡാൻസ്, അതും കണ്ടംപററി ഡാൻസ്, ബിക്കോസ് ക്ലാസിക്കൽ ഡാൻസിന് ഇവിടെ ഒരുപാട് വേദികളുണ്ട്. കണ്ടംപററി ഡാൻസ്, ഇപ്പൊ ഞാൻ നെയ്ത്ത് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും നെയ്ത്ത് ഡാൻസ്, സോ
അഗൈൻ ക്രിയേറ്റിംഗ് സംതിങ് ഫ്രം സ്ക്രാച്ച്, അങ്ങനത്തെ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി എടുത്ത് അത് ആളുകൾക്ക് മനസ്സിലായി. ഇന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കൊച്ചിയിൽ എപ്പോഴാണ് അടുത്ത പെർഫോം ചെയ്യുന്നത്. പക്ഷെ ആദ്യം അത് ഉണ്ടായിരുന്നില്ല, വിച്ച് ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇപ്പൊ ഒരു ക്ലാസിക്കൽ ഡാൻസർ എന്ന് പറയുമ്പോൾ ഈ ഹെറിറ്റേജും അതിന്റെ ചുറ്റുമുള്ള റിലീജിയസ് ആയിട്ടുള്ള കൊണോട്ടേഷൻസ് ഒക്കെ കൊണ്ട് തന്നെ അതിനുണ്ടാവുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ. ആ വാല്യൂ പുതുതായിട്ടൊന്നും ഡിഫൈൻ ചെയ്ത് കൊടുക്കണ്ട. പക്ഷെ ആ വാല്യൂ വി ഓൾസോ ഡിസേർവ്. ലൈക്ക് യു നോ, ആ ഒരു സ്പേസിലേക്ക് ഒരു കണ്ടംപററി ഡാൻസ് ഫെസ്റ്റിവൽ ആണെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ സ്പേസിലാണെങ്കിലും, ഇത് ഇന്നലെ ഉണ്ടായതല്ല. ഒരു ഉദയശങ്കർ തൊട്ടിട്ട് there have been so many brilliant legends in contemporary dance in India. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട് ശരിക്കും. അത് ഇന്ന് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് യുനോ അതിലേക്ക് വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇവിടെ പണ്ട് സംഗീത നാടക അക്കാദമി ക്രിയേറ്റീവ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് കണ്ടംപററി ഡാൻസിനെ ക്രിയേറ്റീവ് ഡാൻസ് എന്നുള്ളതിൽ ഫെസ്റ്റിവൽസ് നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതില്ല. I would want to, I want to talk to സംഗീത് നാടക അക്കാദമി ടു റീസ്റ്റാർട്ട് ദാറ്റ്. ഇപ്പോൾ നിശാഗന്ധി ഫെസ്റ്റിവലിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ക്ലാസിക്കൽ ഡാൻസ് ഫോംസും പ്രസന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടംപററി ഡാൻസിന് അവിടെ സ്പേസ് ഇല്ല. പക്ഷെ നിശാഗന്ധി ഫെസ്റ്റിവലാണ് കേരളത്തിന്റെ ഡാൻസ് ഫെസ്റ്റിവൽ. അപ്പൊ ഞങ്ങൾ നമ്മുടെ ചേന്നമംഗലത്തെ നെയ്ത്തുകാരുടെ കഥ പറയുന്ന നെയ്ത്ത് ഞങ്ങൾ പിന്നെ എവിടെ ചെയ്യണം? എനിക്ക് നിശാഗന്ധിയിൽ ചെയ്യണം. അപ്പോൾ ഐ തിങ്ക് ഐ വോണ്ട് ടു ക്ലെയിം ദാറ്റ് സ്പേസ് ഫോർ our creative productions too. So, and to give the kind of respect that an artist should get to all dance professional എന്ന് പറയുമ്പോൾ, ഇന്നലെയും കൂടെ ഞാൻ ആരോ എഴുതി കണ്ടു, IMDb പോലും അഡീഷണൽ ക്രൂ ആയിട്ടാണ് കോറിയോഗ്രാഫേഴ്സിനും ഡാൻസേഴ്സിനും ആഡ് ചെയ്യുന്നത്. that is so unfair. I think that is something that we need to talk about. അപ്പോൾ ആ ഒരു സ്പേസ് ഉണ്ടാക്കുക. അതായത് ഇപ്പൊ എൻ്റെ വീട്ടിൽ ഞാൻ ഡാൻസിങ് പ്രൊഫഷൻ ആയിട്ട് എടുക്കാന്ന് പറയുമ്പോൾ വേണ്ട, അല്ലെങ്കിൽ അതിനു വേണ്ടി റിബൽ ചെയ്യേണ്ട വരുന്ന ഒരു സാഹചര്യമല്ലാതെ ഇതിൽ നിന്ന് തന്നെ വളരെ ഹാപ്പി ആയിട്ട് ഒരു എക്സിസ്റ്റൻസിലേക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾ റെസ്പെക്ട് വൈസ് ആണെങ്കിലും വാലിഡേഷൻ വൈസ് ആണെങ്കിലും എക്കോണമിക്കലി ആണെങ്കിൽ പോലും ആ ഒരു സ്പേസ് ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ നേരത്തെ പറഞ്ഞാണ് ഇപ്പൊ ഈ ചെറിയ പ്രായത്തിലാണല്ലോ അങ്ങനെ ഒരു ഇന്റർനാഷണൽ വെന്യൂസ് പോയി പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു ഡ്രീം ചെയ്യുന്ന അങ്ങനെ ഒരു ഇപ്പൊ ഒരുപാട് അത്തരം വെന്യൂസ് ഇന്റർനാഷണൽ വെന്യൂസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഇന്ത്യക്ക് പുറത്ത് തന്നെ അങ്ങനെ ഡ്രീം ചെയ്യുന്ന വെന്യൂസ് കൂടി ഉണ്ട്. ഇപ്പൊ ഈ നെയ്ത്ത് കൊണ്ടുപോകണം എന്നുള്ളത്. അങ്ങനെ ഫെസ്റ്റിവൽ എനിക്ക് ഇന്ന് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് എന്താ അറിയോ? ഞാൻ നിന്ന സ്ഥലത്താണ് ഇപ്പൊ എന്റെ ടീം നിൽക്കുന്നത്. അവരുടെ എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഫ്യൂവലാണ്. സോ വെൻ ദേ ഗോ ടു ന്യൂ പ്ലേസസ് ആൻഡ് വെൻ ദേ ഗെറ്റ് ദി എക്സ്പീരിയൻസസ് ദാറ്റ് ഐ വെന്റ് ത്രൂ, അതിലെനിക്ക് എനിക്കുള്ള വാട്ട് എവർ പ്രിവിലേജ് ഐ ഹാവ്, അല്ലെങ്കിൽ വാട്ട് എവർ പ്ലാറ്റ്ഫോം ഐ ഹാവ്, അത് അവരിലേക്ക് എത്തുന്ന പോയിന്റാണ്. ദാറ്റ് ഇസ് വാട്ട് എനിക്ക് അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കിക്ക് തോന്നുന്നു എനിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര്, their curiosity, അവര് and they work so hard. ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടംപററി ഡാൻസ്, എല്ലാ ഓൾ ഡാൻസ് ഫോംസ്. പക്ഷെ ഇത് ഭയങ്കര ഫിസിക്കലി ഇന്റൻസീവ് ആണ്. ഒരു മണിക്കൂർ നമ്മൾ നിന്ന് പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് ലൈക്ക് എ ഫീറ്റ്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വയർത്തൊട്ട് ഒലിച്ചിട്ടാണ് നിൽക്കുക സ്റ്റേജിൽ ഞങ്ങൾ കഴിഞ്ഞ് നിൽക്കുമ്പോൾ. പക്ഷെ അതൊരു ഭയങ്കര ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അപ്പൊ അത്രയും ദേ വർക്ക് ഹാർഡ്. അതുപോലെ ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഇല്ല. യു ഹാവ് ടു ബി ഫിസിക്കലി ഫിറ്റ്. യു ഹാവ് ടു കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ദാറ്റ് ഫിറ്റ്നസ്. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ എൻഡ്യൂറൻസ് കുറയും. നമ്മുടെ ഒരു മണിക്കൂർ നിന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ കരയും. സോ ദർ ഇസ് നോ ഓഫ് ഡേയ്സ്. അങ്ങനെ നിൽക്കുകയാണ് ഒരു പറ്റം ആളുകൾ വിത്തൗട്ട് എനി ഓഫ് ദി റിട്ടേൺസ് ദാറ്റ് സോ മെനി അതർ പ്രൊഫഷൻസ് വുഡ് ഗിവ് യു. ഇവിടെ അത് ഇല്ലാതെ പോലും അങ്ങനെ അതിന് വാല്യൂ ഉണ്ടാവണം കുറച്ചും കൂടെ എന്ന് എനിക്ക് ഭയങ്കര
ആഗ്രഹം. അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഈ നെയ്ത്ത് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവല്ലോ, അതിന്റെ ഒരു ആർട്ടിസ്റ്റിക് പാർട്ടിൽ, Yes. അല്ലെങ്കിൽ സ്ക്രാച്ച് നിന്നത് Yes. ഒരു പ്രൊഡക്ഷൻ സെറ്റ് ചെയ്താണെന്നുള്ളത് ഇതില്. Yes. ഇനി ഭയങ്കര അങ്ങനെ ഒരു സന്തോഷം. അല്ലേ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞ ഒരു ഫിലിം ആണെങ്കിൽ വേറൊരു ക്രാഫ്റ്റിൽ കൂടി അങ്ങനെ ഒരു ഡയറക്ടോറിയൽ പാർട്ട് പോസിബിൾ ആവുന്ന രീതിയിലാണോ ആലോചന വരിക? അത് ശരിക്കും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും കേട്ടോ. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന പോലെയല്ല ഈ ഇൻഡസ്ട്രി അല്ല, വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ ടീമാണ്, ലൈക്ക് ഇറ്റ്സ് മൈ ടീം, ദേ നോ മീ. ഇപ്പൊ ഞാനൊന്ന് മുഖം കറുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞാലും ദേ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് മീ ടുഡേ. പക്ഷെ വി ഹാവ് ബിൽഡ് എ സ്പേസ് വേർ എനിക്ക് മുഖമൊന്നും കറുപ്പിക്കേണ്ടൊന്നും ആവശ്യം പോലും വരില്ല. ലൈക്ക് അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ നിൽക്കുന്നവര് നമ്മളുടെ ആൾക്കാരാ. ഒന്നും പറയ പോലും വേണ്ട, ഒറ്റ ഡ്രീമിലാണ് നിൽക്കുന്നത്. ഇവിടെയും ഒറ്റ ഡ്രീമിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ പല സ്ഥലത്തുനിന്ന് നമ്മൾ ആ സമയത്തേക്ക് വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. പിന്നെ ഒരു ഇൻഡസ്ട്രി സ്പേസിൽ തന്നെ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഐ എം ഷുവർ വി ക്യാൻ ബ്രിഡ്ജ് ദാറ്റ്. പ്രൈമറിലി ഇത് പീപ്പിൾ മാനേജ്മെന്റ് ആണ് ഡിറക്ഷൻ എന്ന് പറയുന്നതിൽ കാരണമുണ്ടല്ലോ. അപ്പൊ മനുഷ്യർ തമ്മിലുള്ള ആ വിഷൻ സ്ട്രോങ് ആവുന്നതും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർട്ടിലുള്ള സത്യവും ആൻഡ് ബേസിക് റെസ്പെക്ട് ഗിവ് ആൻഡ് ടേക്കിൽ നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആഫ്റ്റർ വർക്കിംഗ് വിത്ത് സോ മെനി പീപ്പിൾ, ഐ തിങ്ക് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്പേസ്. അത് നമ്മൾ കുറച്ചൊന്ന് മാനുവർ ചെയ്യണം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചേഞ്ച് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരു പവർ പൊസിഷനിൽ വരുമ്പോൾ ദ വേൾഡ് ഇസ് നോട്ട് യൂസ് ടു ഇറ്റ്. അത് ഇങ്ങനെ മാറി മാറി വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ കുറെ ചാലഞ്ചസ് ഉണ്ട്. അത് അഡീഷണൽ ചാലഞ്ചസ് ആണ്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ബാക്കിയുള്ള കുറെ റോൾസും റെസ്പോൺസിബിലിറ്റീസും നമുക്ക് കുറച്ച് കൂടുതലുണ്ടല്ലോ ഈ ഏരിയയിൽ. അപ്പൊ പക്ഷെ അത് എന്നെ ബോക്ക് ഡൗൺ ചെയ്യുന്നില്ല, ബിക്കോസ് ഐ ഹവ് ഓൾവേസ് റിബൽഡ് അഗൈൻസ്റ്റ് ദോസ്. ഐ ഹാവ് നെവർ റിയലി ഗിവൺ ഇൻ ടു ദോസ് ലേബിൾസ് എന്നുള്ളതുകൊണ്ട് എനിക്ക് അത് വലിയ ഇഷ്യൂ ഇല്ല. പക്ഷെ ഈ ഒരു സൈഡ് നമ്മൾ ഇറ്റ്സ് എ ചേഞ്ച് ആൻഡ് യു ആർ ക്രിയേറ്റിംഗ് ദാറ്റ് ചേഞ്ച് ആൻഡ് യു ആർ ക്രിയേറ്റിംഗ് ദാറ്റ് ന്യൂ മോൾഡ്. അപ്പൊ അത് രസമല്ലേ, അതും ക്രിയേഷൻ തന്നെയല്ലേ. ദാറ്റ് ഈസ് ഓൾസോ ആർട്ട്. റിമ ചിലപ്പോ നാളെ ഒരു ഫിലിമിന്റെ ഡയറക്ടോറിയൽ പാർട്ടിലും അല്ലെങ്കിൽ ഇപ്പുറത്തെ ഇതുപോലൊരു ക്രിയേറ്റീവ് നെയ്ത്ത് പോലെയും എക്സ്പെക്ട് ചെയ്യാം പെർഫോമർക്കൊപ്പം അല്ലേ? യെസ്, ഐ വുഡ് ലവ് ടു. ബിക്കോസ് എന്തൊരു മീഡിയമാണ്. ഞാൻ ഇവിടെ വരെ എത്തിയിട്ട് ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ പറയാം, എന്തൊക്കെ രീതിയിൽ പറയാം. മനുഷ്യരെ you can touch people and I would want to do that as an artist. ഇപ്പൊ തിയേറ്റർ എന്തായാലും കൂടുതൽ പ്രേക്ഷകരിലെത്തട്ടെ, കൂടുതൽ ഫെസ്റ്റിവലുകളിലെത്തട്ടെ, അല്ല നെയ്ത്ത് പുതിയ ഷോസിലേക്ക് പോകട്ടെ. താങ്ക് യു സോ മച്ച്.